This is 24. അഭിനന്ദൻ വർദ്ധമാൻ 27981. ഇന്നത്തെ പകലിന്റെ ദുഃഖം. അതിർത്തിയിൽ ഇന്നു പകലിൽ നടന്നതെന്ത് അന്വേഷിക്കുകയാണ് ഈ പ്രത്യേക ബുള്ളറ്റിൻ. അതിർത്തിയിൽ ഒരു പകൽ. തിരിച്ചടിക്ക് മറുപടി എന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്ന് ആക്രമിച്ചത് രജൌറിയിലെ ഗ്രാമങ്ങളെയാണ്. അവർ ഉന്നം വെച്ചത് മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ആണ്, അഥവാ പ്രതിരോധ കേന്ദ്രങ്ങളെ. എണ്ണം പറഞ്ഞ ഏറ്റവും മികച്ച 4 പ്രതിരോധ കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് പാകിസ്ഥാൻ മുതിർന്നത്. അതിർത്തി കടന്ന്, വ്യോമമേഖല കടന്ന് അവർ ഇന്ത്യൻ മണ്ണിലെത്തി. ആക്രമണം നടത്തി തിരിച്ച് ബലാക്കോട്ടിലെ ഇന്ത്യൻ ആക്രമണത്തിന് ഒരു മറുപടി നൽകുകയായിരുന്നു ഉദ്ദേശം. പക്ഷെ ഫലിച്ചില്ല. ഇന്ത്യയുടെ കരുത്തരായ MiG-21 വിമാനങ്ങളുടെ വിന്യാസം കണ്ട് ഭയന്ന് 3 എണ്ണം തിരിച്ചുപോയി. F-16 വിമാനങ്ങൾ. പക്ഷേ F-16 വിമാനങ്ങളിൽ ഒന്നിനെ പിന്തുടർന്ന MiG-21 ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. അതിലുണ്ടായിരുന്ന അഭിനന്ദൻ വർദ്ധമാനെയും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. തിരിച്ചുപിടിക്കണം അഭിനന്ദൻ വർദ്ധമാനെ. ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാൻ മണ്ണിൽ പെട്ടുപോയ അഭിനന്ദൻ വർദ്ധമാനെ നന്ദിപൂർവ്വം ഓർമ്മിച്ചുകൊണ്ടും ഒപ്പമുണ്ടെന്ന് കൂടെ അറിയിച്ചുകൊണ്ടും ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ പ്രത്യേക ബുള്ളറ്റിൻ. ഈ പ്രത്യേക ബുള്ളറ്റിനിൽ എനിക്കൊപ്പം അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഗോപികൃഷ്ണനും സീനിയർ ന്യൂസ് എഡിറ്റർ വിജയകുമാറും ചേരുന്നുണ്ട്. ഇന്ന് പകൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കൃത്യമായി ഞങ്ങൾ ഡെസ്കിൽ നിന്ന് വിലയിരുത്തിയതാണ് വിജയകുമാർ. ഇന്നലെ വൈകുന്നേരം തന്നെ യഥാർത്ഥത്തിൽ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വിജയകുമാർ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം തുടങ്ങുന്നതായിട്ട് സൂചനയുണ്ടായിരുന്നു. തീർച്ചയായും. ഏതൊക്കെ തരത്തിലാണ് അത്തരം സൂചനകൾ ഉണ്ടായിരുന്നത്? ഗോപിയും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അരുൺ, ഇന്നലെ രാത്രിയിൽ പൂഞ്ചിലും രജൌറിയിലും ഉറിയിലും പ്രകോപനമില്ലാതെ പാക് റേഞ്ചേഴ്സ് BSFന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പക്ഷേ അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ സിവിലിയൻ മേഖലയിലേക്കായിരുന്നു കൂടുതൽ സമയവും ഈ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായത്. ഇതിനെ ഫലപ്രദമായി BSF നേരിട്ടു തന്നെയല്ല, പുലർച്ചെ ആയപ്പോഴേക്കും 5 പാക് പോസ്റ്റുകൾ ഇന്ത്യ നിർവീര്യമാക്കുകയും ചെയ്തു. ആ ഭാഗത്ത് ആൾനാശമുണ്ട് എന്ന് ഉറപ്പിക്കാവുന്ന വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം പുലർച്ചെയോടെ കാര്യങ്ങൾ ഒന്ന് അവസാനിച്ചു എന്ന ഒരാശ്വാസം നമ്മൾക്കുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഏതാണ്ട് അതിനിടയിൽ 2 നയതന്ത്ര നീക്കങ്ങൾ നടന്നു. അതുകൂടി സൂചിപ്പിച്ചെന്ന് പോകാം. അത് നമുക്ക് വിശദമായി പിന്നീട് പരിശോധിക്കാം. ചൈനയിലായിരുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇന്ന് റഷ്യ, ചൈന, ഇന്ത്യ സംയുക്ത മന്ത്രിമാരുടെ യോഗത്തിൽ, വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിച്ചു. അവിടുത്തെ ചർച്ചയിൽ പാകിസ്ഥാന്റെ നടപടികളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഇന്ത്യക്കൊപ്പമായിരുന്നു റഷ്യയും ചൈനയും ആ ഘട്ടത്തിൽ. അത് നമുക്ക് വിശദമായി പിന്നീട് വരാം. ഗോപി, എനിക്കൊന്നു ഈ വാങ്വിൽ നടന്ന ഈ 3 പേരുടെയും ഇറുക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി ലോകരാഷ്ട്രങ്ങളെല്ലാം നോക്കിക്കണ്ടത് അല്ലേ? അതിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സാധ്യതയെക്കുറിച്ച്, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും സാധ്യത, ചൈനയെ ഒപ്പം നിർത്താനുള്ള സാധ്യത, അതൊക്കെ ആയിരുന്നില്ലേ? അരുൺ, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇന്ത്യ ഈ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ പ്രശ്നത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അതായത് പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയപ്പോൾ വിദേശകാര്യ സെക്രട്ടറിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ വിജയ് ഗോഖലെ പറഞ്ഞത്, മറ്റൊരു ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിൽ, അനിവാര്യമായ ഘട്ടത്തിൽ തീവ്രവാദ ക്യാമ്പുകളെ തുടച്ചു നീക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു, അത് ഞങ്ങൾ ചെയ്തു എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അതായത് ഒരു സൈനിക നടപടിയല്ല, മറിച്ച് നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും കിട്ടാവുന്ന, ഇന്ത്യ ഏറ്റെടുത്ത് നടപ്പാക്കിയ ഈ നീക്കത്തിന് സാധൂകരണം നൽകുന്ന ഒരു നിലപാടാണ് തുടക്കത്തിൽ ഇന്ത്യ സ്വീകരിച്ചത്. അതിന്റെ തുടർച്ചയായിരുന്നു ചൈനയിലും കണ്ടത്. നോൺ മിലിറ്ററി പ്രീഎംപ്റ്റീവ് ആക്ഷൻ എന്ന നിലയിൽ അബ്സല്യൂട്ട്ലി, അതായിരുന്നു, ദാറ്റ് വാസ് ദ ടേം യൂസ്ഡ് ബൈ ഇന്ത്യ. അപ്പോൾ ഇന്ന് സുഷമ സ്വരാജ് ഈ റഷ്യ, ഇന്ത്യ, ചൈന ഉച്ചകോടിയിൽ സുഷമ സ്വരാജ് രാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക് പൊസിഷനാണ് വ്യക്തമാക്കിയത്. അതായത് തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അവിടെ പാകിസ്ഥാൻ കള്ളക്കളി കളിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ ആരോപണം. അതുകൊണ്ടാണ് നാളിതുവരെ പാകിസ്ഥാനെ പിന്തുണച്ച ചൈന ഈ നിർണായക ഘട്ടത്തിൽ നിങ്ങൾ ഭീകരവാദത്തിനെതിരെ സുശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ, അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ എന്ന് പാകിസ്ഥാനോട് ചോദിക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യ ഉണ്ടാക്കി. വൈകുന്നേരമായപ്പോഴേക്കും സാഹചര്യം മാറി. പാകിസ്ഥാനോട് തീവ്രവാദികളെ, അതായത് ഇന്ത്യക്ക് അടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചൈന പാകിസ്ഥാനോട് ചോദിക്കുന്ന കുറെ കൂടി കടുത്ത നിലപാട് ചൈന സ്വീകരിക്കും. രാവിലെ ഉണ്ടായ ഈ മീറ്റിംഗ്, റിക് മീറ്റിംഗിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിയിരുന്നത് ഗോപി പറഞ്ഞതുപോലെ ചൈന
ചൈന ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് അനുകൂലമായി ഇന്നലെ നടന്ന മിന്നലാക്രമണത്തിനെ അനുകൂലിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കൂ എന്നായിരുന്നു. പക്ഷേ രാവിലെ 9:15 കൂടി തന്നെ ചൈന പാകിസ്ഥാനെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്ന രീതിയിൽ PTA ബ്രേക്ക് ചെയ്യുന്നു അല്ലേ? ചൈന ഈസ് അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ എന്ന രീതിയിൽ തന്നെയുള്ള ട്വീറ്റുകൾ PTA-യിലും ANA-യിലും വന്നു. തന്നെയല്ല, ഒരു സംയുക്ത പ്രസ്താവന ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന സൂചനയും നമുക്ക് അവിടെ കിട്ടി. അതിലും ഭീകരവാദമായിരിക്കും പ്രധാന പ്രശ്നമെന്ന സൂചനയും അവിടെ കിട്ടി. ദാറ്റ് വാസ് ദി ഗെയിൻ. എനിക്ക് തോന്നുന്നു ആ നിമിഷം വരെ നമുക്ക് ഗെയിൻ ആയിരുന്നു ഗോപി. അപ് ടു ദാറ്റ് മൊമെന്റ് രാവിലെ 10 മണി വരെ അന്തർദേശീയ തലത്തിലും ഡിപ്ലോമാറ്റിക് തലത്തിലും ഇന്ത്യ ഒരു എഡ്ജ് എടുത്തിരുന്നു. 9:45 ഈ വാർത്ത പുറത്തു വരുന്നതോടുകൂടി അന്തർദേശീയ തലത്തിൽ ഇന്നലെയുള്ള, പ്രത്യേകിച്ച് ചൈന അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇന്നലെയുള്ള മിന്നലാക്രമണത്തെ സാധൂകരിക്കുന്ന ഒരു നിലപാടെടുത്തു എന്ന് പൊതുവെ ഒരു പോസിറ്റീവ് ഗുഡ് ഫീലിംഗ് വരുന്ന സമയം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റും അതിനിടയിൽ വന്നിരുന്നു. അതും നമ്മൾ കാണാതെ പോയത്. പിന്നീട് അരുൺ, കാര്യങ്ങൾ മാറി മറിയുന്നത് എപ്പോഴാണ്? 10 മണിയോടുകൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വ്യോമ അതിർത്തി ലംഘിച്ച F-16 വിമാനങ്ങളെ ഇന്ത്യ തുരത്തി എന്നത്. തൊട്ടു പിന്നാലെ നമ്മൾ ആ സമയത്തേക്ക് ഈ വാർത്ത ക്യാരി ചെയ്തു തുടങ്ങുന്നു. ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാറുമെന്ന ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തുകയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോഴേക്കും നമുക്ക് ഈ എവിടെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ആക്രമണം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇനി വിശദീകരിച്ചു പോകാം. പ്രധാനപ്പെട്ട 4 മേഖലകളെയാണ് ഈ രജൌരി സെക്ടറിൽ പാകിസ്ഥാൻ ഉന്നം വെച്ചത്. നോക്കൂ, ഈ ജമ്മു കാശ്മീരിന്റെ ഈ ഭാഗത്ത് രജൌരി, നൌഷേറ, അഖ്നൂർ, ഗോപി, ഈ 3 പ്രധാനപ്പെട്ട സെക്ടറുകളിലാണ് പാകിസ്ഥാന്റെ 12 മുതൽ 18 വരെ, സ്ഥിരീകരണമില്ല, സ്റ്റിൽ ബിലീവ്സ്, മിലിറ്ററി സോഴ്സിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുന്നത് 12 മുതൽ 16 വരെയുള്ള പാകിസ്ഥാന്റെ കയ്യിലെ ഏറ്റവും ആധുനികമായ F-16 വിമാനങ്ങൾ പറന്നു വരുന്നത്. വ്യോമാതിർത്തി കടന്ന് ഒരുപക്ഷെ ഈ മാപ്പ് നോക്കി നമുക്ക് മനസ്സിലാവും. രജൌറിയില്, നൌഷേറയില്, അഖ്നൂരില്, രജോറയിൽ ഉണ്ടായിരുന്ന 4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിയാറിയിലെ ഒരു സംഭരണ കേന്ദ്രമാണ്. അതെ അരുൺ, അത് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രജൌരി എന്നത് എത്രമാത്രം തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് നമുക്ക് എന്നതാണ്. കാരണം നൌഷേര, അഖ്നൂർ, രജൌരി ഈ സെക്ടറുകളിൽ, അതായത് പൂഞ്ച് ഉൾപ്പെടെയുള്ള സെക്ടറുകളിൽ ആർമിയുടെ അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മേഖല എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് രജൌരി. ആ രജൌരിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ വന്നത്. അത് മാത്രമല്ല, അത് നമ്മുടെ സാധാരണ ഗ്രാമീണർ ജീവിക്കുന്ന അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കൂടി ബോംബ് വർഷിക്കുക എന്ന ഒരു ഉദ്ദേശം F-16 വിമാനങ്ങൾ അതിർത്തി കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നു. അതാണ് രജൌരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതുകൊണ്ടാണ് രജൌരി അവർ സെലക്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി, ദാറ്റ്സ് ദ പോയിന്റ്. ഈ രജൌരി, നൌഷേറ, അഖ്നൂർ, ഗോപി പറഞ്ഞതുപോലെ സ്ട്രാറ്റജിക്കലി പ്രധാനമുള്ള സ്ഥലങ്ങൾ, സിവിലിയൻ സ്ഥലങ്ങൾ. വിജയകുമാർ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ സിവിലിയൻ കേന്ദ്രങ്ങളിൽ കൂടിയാണ് പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ ബോംബ് വർഷിക്കാൻ വന്നത് എന്നതാണ് ഇതിൽ പാകിസ്ഥാനെ ഡിഫൻസിലാക്കേണ്ടത് നമ്മളെ ഭയപ്പെടുത്തിയത്. പാകിസ്ഥാനെ സംബന്ധിച്ച് സിവിലിയൻ കേന്ദ്രത്തിൽ ആക്രമണം ഇട്ടാൽ പോലും അവരുടെ നാട്ടിൽ സ്വാഭാവികമായി ഇന്ന് ഇമ്രാൻഖാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പറയാം, വി ബോംബ്ഡ്, ഇത്ര കാഷ്വാലിറ്റി ഉണ്ടാക്കി, തിരിച്ചടിച്ചു എന്ന് പറയാം. അത് മാത്രം മതിയായിരുന്നു ഇമ്രാൻഖാൻ. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ അതിസാഹസം പാകിസ്ഥാൻ കാണിച്ചത്. പക്ഷേ ശക്തമായ തിരിച്ചടി ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ വ്യോമ പ്രതിരോധ മേഖല, വ്യോമ പ്രതിരോധ രംഗം അതിർത്തിയിൽ ശക്തമായിരുന്നു. പാകിസ്ഥാൻ അത് വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം വളരെ വേഗത്തിൽ തന്നെ നമ്മൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചു. അതിനെ നമുക്ക് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളുള്ളത് സുഖോയ് 30 വരെ ഇവരെ ഫോളോ ചെയ്തു എന്നാണ്. വിന്യാസം ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത്. ഗോപി നോക്കൂ, ഈ കൃഷ്ണഘട്ടിയിലെ ഹെഡ്ക്വാർട്ടർ, ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് ഈ രജൌരി സെക്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഗോപി നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെഡ്ക്വാർട്ടറാണ്. ഇന്ന് ഉന്നം വെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെഡ്ക്വാർട്ടർ ഈ കൃഷ്ണഘട്ടിയിലെ ഹെഡ്ക്വാർട്ടറാണ്. ഒപ്പം നിയാറിയിലെ സപ്ലൈ ഡിപ്പോ, ഈ കാശ്മീരിലേക്ക് വേണ്ടുന്ന പ്രത്യേകിച്ച് ആർമിക്കും എയർഫോഴ്സിനും വേണ്ടുന്ന ഡിഫൻസ് എക്യുപ്മെന്റ്സ് എല്ലാം കൊടുക്കുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നാണ്. ഈ സംഭരണ കേന്ദ്രവുമുണ്ട്, അതേസമയം തന്നെ സപ്ലൈ ഡിപ്പോയും, നിയാറിയിലെ 2 സ്റ്റേഷനുകൾ, ഒപ്പം നേരത്തെ സൂചിപ്പിച്ച കൃഷ്ണഘട്ടിയിലെ മറ്റൊരു സ്റ്റേഷൻ, തക്രിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടർ. ഇങ്ങനെ 4 ഹെഡ്ക്വാർട്ടറുകളെയാണ് ഇന്ന് F-16 ഉന്നം വെച്ചത്. ഗോപി, ഏതെങ്കിലും കാരണവശാൽ MiG-21 ഇത് സെൻസ് ചെയ്യാൻ കഴിയാതെ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ റഡാർ സംവിധാനത്തിന് കീഴിൽ F-16 പെടാതെ പോയിരുന്നെങ്കിൽ, ഈ 12 മുതൽ 18 വരെ F-16 വിമാനങ്ങൾ ഈ 4 മിലിറ്ററി ഇൻസ്റ്റലേഷൻസിൽ ആഘാതം ഏൽപ്പിച്ചിരുന്നെങ്കിൽ കഥ മാറില്ലേ? ആബ്സല്യൂട്ട്ലി അരുൺ, ഒരുപക്ഷെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അരുൺ ഈ പറഞ്ഞത്. അതായത് ഇതിൻ്റെ ഒരു സംവിധാനം നമുക്കറിയാം. സൈനികരുടെ പ്രതിരോധ മേഖലയിൽ ഏത് നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ പ്രീ ജഡ്ജ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ആക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഘട്ടമാണ്. സ്വാഭാവികമായും നമ്മൾ ഒരു റിട്ടയർ
റിട്ടാലിയേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏത് തരത്തിൽ പാകിസ്ഥാൻ ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഇന്നലെ നടത്തിയ ഒരു നീക്കം, അതിന് എന്തെല്ലാം വിശദീകരണം നൽകിയാലും അതിനൊരു റിട്ടാലിയേഷൻ ഉണ്ടാകും. പാകിസ്ഥാൻ പ്രകോപിതമായി നിൽക്കുന്ന സമയമാണ്. അവർക്ക് അവരുടെ രാജ്യത്തിനോട് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെ പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിക്കും എന്ന ഒരു മുൻധാരണ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സാധാരണയിലും കവിഞ്ഞ ഒരു ജാഗ്രത ഇന്ത്യൻ സൈനികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും റഡാറിന്റെ ഈ മേഖലയിലേക്ക്, റഡാറിന്റെ വലയത്തിലേക്ക് F-16 വിമാനം വരുമ്പോൾ തന്നെ സംഭവിക്കുന്നത് നമ്മുടെ MiG-21, അതായത് F-16 നേരിടാൻ വേണ്ടി നമ്മുടെ MiG-21 മുഖാമുഖം വന്ന് നിൽക്കുകയാണ്. അതായത് ഫേസ് ടു ഫേസ് ഈ രണ്ട് വിമാനങ്ങൾ, ഈ പോർ വിമാനങ്ങൾ വന്ന് ആദ്യം ആരാണ് വെടിവെച്ചിടുന്നത് എന്നതാണ്. ആദ്യം ആരാണ്, ഹു ഈസ് ഗോയിങ് ടു ഫയർ ഫാസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യം MiG-21 ഫയർ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ F-16 ഈ നീക്കത്തെ പ്രതിരോധിക്കുന്നത്. അവിടെയാണ് ഒരു F-16 വിമാനം പാകിസ്ഥാന് നഷ്ടമാകുന്നത്. നമ്മൾ വെടിവെച്ചിട്ട് ഇവിടെ ഈ രജൌറി, ഈ നൌഷേറ സെക്ടർ കഴിഞ്ഞ് രജൌറിയിലേക്ക് പറക്കുന്ന 16 എണ്ണത്തിൽ 3 എണ്ണം കൃത്യമായും ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യുന്നു. ഈ 3 എണ്ണം ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യുന്നതോടുകൂടി രജൌറിയിൽ തയ്യാറായിരിക്കുന്ന MiG-21 12ഓളം വിമാനങ്ങൾ ഈ F-16 വിമാനങ്ങളെ ഫോളോ ചെയ്യാൻ പോകുന്നു. ഫേസ് ടു ഫേസ്, ഗോപി പറഞ്ഞതുപോലെ ഫേസ് ടു ഫേസ് വരുന്നു. ഇതിൽ 2 വിമാനങ്ങളെ കൃത്യമായിട്ട് കൗണ്ടറാക്ട് ചെയ്യാനായിട്ട് MiG-21 സാധിക്കുന്നു. പക്ഷേ ഒരു F-16 ഒരു MiG-21 കുരുങ്ങുന്നു. ആ MiG-21 ഈ F-16 നിന്നുള്ള ഈ ഫയറിംഗ് ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്തേക്ക് പോകുന്നു. MiG-21, ഇന്ത്യയുടെ MiG-21 ഈ ലൈൻ ഓഫ് കൺട്രോളിന്റെ അപ്പുറത്ത്, രജൌറി സെക്ടറിന് അപ്പുറത്ത് പോയി വീഴുന്നു. അഭിനന്ദൻ വർദ്ധമാൻ പാരച്യൂട്ട് വഴി ലാൻഡ് ചെയ്യുന്നത് പാകിസ്ഥാൻ മണ്ണിലാവും. അതിൽ അഭിനന്ദൻ വർദ്ധമാന്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, അഭിനന്ദൻ വർദ്ധമാൻ ഇന്ന് ഏറ്റെടുത്ത് നടപ്പാക്കിയ ദൗത്യം നമുക്കാകെ അഭിമാനം നൽകുന്നു. ഒരുപക്ഷെ നമ്മളെ അങ്ങേയറ്റം അഭിമാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, രജൌരി എന്ന ജനവാസ മേഖല ലക്ഷ്യമിട്ട് വരുന്ന F-16 വിമാനത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുക മാത്രമല്ല, തുരത്തി ഓടിക്കുന്നതിനിടയിൽ MiG-21 നിന്ന് ഈ വൈമാനികൻ, അതായത് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ, അദ്ദേഹം കൃത്യമായിട്ട് ഇജക്ട് ചെയ്യുന്നു. അതായത് പാരച്യൂട്ട് വഴി ഇറങ്ങുന്നു. പക്ഷെ നമുക്കറിയാം, വിമാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് പോലും, ഒരു ടേൺ വരുമ്പോൾ പോലും അത് 35-40 കിലോമീറ്റർ അപ്പുറം കടന്നു കാണും. അങ്ങനെയാണ് പാക് അധീന കശ്മീരിൽ അഭിനന്ദൻ വർദ്ധമാൻ വീണു പോകുന്നത്. അദ്ദേഹം ലാൻഡ് ചെയ്ത് ഇറങ്ങുന്നത് അവിടെയാണ്. അവിടെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ പിടിയിൽ അദ്ദേഹം ആകുന്നു. അങ്ങനെയാണ് അഭിനന്ദൻ വർദ്ധമാൻ ചെയ്യുന്നതിന് ശേഷമാണ് പാകിസ്ഥാൻ പട്ടാളം, മിലിറ്ററി വന്ന് അദ്ദേഹത്തെ മാത്രമല്ല, എനിക്ക് ഡെസ്കിൽ നമുക്ക് അല്പസമയം ആശങ്കയും ടെൻഷനും ഒക്കെ ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. പ്രത്യേകിച്ച് വാർ റിപ്പോർട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വൈമാനികൻ പാകിസ്ഥാൻ പോലെ അന്തർദേശീയമായിട്ടുള്ള ജനീവ കൺവെൻഷനെ ഒന്നും ഒരു തരത്തിലും അംഗീകരിക്കാത്ത, വളരെ ഇൻഫേമസ് ആയി മിലിറ്ററി പ്രിസണേഴ്സ് ഓഫ് വാറിനെ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്തേക്ക് നമ്മുടെ ഒരു വൈമാനികൻ, അതും രജൌറിയിലെ 4 പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻസ്റ്റലേഷൻസിനെ രക്ഷിക്കാൻ പോയൊരു വൈമാനികൻ, അതിസാഹസികമായി രക്ഷിക്കാൻ പോയൊരു വൈമാനികൻ പെട്ടുപോയൊരു വാർത്ത എന്തായിരുന്നു ആ സമയത്ത് മൂഡ് വിജയകുമാർ അവിടെ? അരുൺ, ഇത് ആദ്യം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ട്വീറ്റ് ചെയ്യുമ്പോഴാണ്. പാകിസ്ഥാന്റെ സേനാ വക്താവിന്റെ ട്വീറ്റിലാണ് ഈ ദൃശ്യങ്ങളുള്ളത്. പക്ഷെ അപ്പോഴും ഇതിലൊരു സംശയമുണ്ടായിരുന്നു. ആ സമയത്ത് ചില സേനാ വിഭാഗങ്ങൾ, അവരെ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ലായിരുന്നു. അവർ പറയുന്നത് 2 ദിവസം മുമ്പ് പിടിച്ച ഒരു ആട്ടിടയനെ സൈനിക വേഷം കെട്ടിച്ച് പാകിസ്ഥാൻ കൊണ്ടുവന്നതാണ് എന്നൊരു സൂചന ഉണ്ടായിരുന്നു. ആ നിലയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോഴാണ് നമ്മളുടെ ഒരാളിനെ അവർ പിടിച്ചുകൊണ്ട് പോയി എന്ന വിവരം നമ്മൾ ആ ഘട്ടത്തിലായിരുന്നു. പക്ഷേ അപ്പോഴും ഈ നിലയിലാണ് അതിൻ്റെ കഥ എന്നത് ആ ഘട്ടത്തിലും വ്യക്തമായിരുന്നില്ല. പിന്നീട് ഉച്ചയോടുകൂടിയാണ് ഇതിൻ്റെ ഒരു ഡ്രാമ, അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമ്മളുടെ മുന്നിൽ ലഭിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ നമ്മൾ ഈ ഷോയ്ക്ക് കയറുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ ANI നൽകിയിരിക്കുന്ന വിവരം ഇന്ത്യ കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കാരണം തിരിച്ചു തരണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രേക്ഷകർ അറിയണം, ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യ താക്കീത് നൽകിയിരിക്കുന്നു. എത്രയും വേഗത്തിൽ അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് അയക്കണമെന്ന് പാകിസ്ഥാന് താക്കീത് കൊടുത്തിരിക്കുന്നു. ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വേഗത്തിലുള്ള വാർത്ത പ്രേക്ഷകരിക്കുന്നു. ഗോപി പറഞ്ഞതുപോലെ ഇന്ത്യക്ക് അഭിനന്ദൻ വർദ്ധമാൻ നഷ്ടപ്പെടുന്ന ഒരു സൈനികനല്ല. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യയുടെ പ്രൈഡാണ്, ഇന്ത്യയുടെ സേവിയറാണ്. ഒരു കാരണവശാലും ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ പര്യാപ്തമല്ലാത്ത വിധം, അല്ലെങ്കിൽ കഴിയാത്ത വിധം വിലയുള്ള ഒരു വൈമാനികനാണ്. ഐ ആം റൈറ്റ് ഗോപി? യു ആർ അബ്സല്യൂട്ട്ലി അരുൺ. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം F-16 വിമാനങ്ങൾ നമ്മുടെ അതിർത്തി കടന്ന് ഇവിടെ വന്നു എന്നുള്ളതല്ല. നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം അഭിനന്ദൻ വർദ്ധമാനെ പോലെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വൈമാനികൻ അവരുടെ കയ്യിൽ അകപ്പെട്ടു എന്നതാണ്. അതായത് മറ്റേതെങ്കിലും ഒരു ശത്രു രാജ്യത്തിന്റെ കയ്യിൽ അകപ്പെടുന്നത് പോലെയല്ല അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ കയ്യിൽ അകപ്പെടുന്നത്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ
തന്നെ ജനീവ കൺവെൻഷനിലുള്ള യുദ്ധത്തടവുകാരോട് കാണിക്കേണ്ട മര്യാദ, അവരുടെ അവകാശങ്ങൾ മേൽ കാണിക്കേണ്ട മര്യാദ, ഇത്തരം മര്യാദകൾ ഒന്നും തന്നെ പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതായത് അങ്ങേയറ്റം ക്രൂരമായ ഒരു നടപടി അല്ലെങ്കിൽ ആ പെരുമാറ്റം പാകിസ്ഥാൻ സൈനികരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് അഭിനന്ദൻ വർദ്ധമാൻ എന്ന വൈമാനികൻ, എന്ന സേനാ നായകൻ നമ്മുടെ അഭിമാനമാവുകയും അതേസമയം തന്നെ നമ്മുടെ വേദനയായി മാറുകയും ചെയ്തത്. പക്ഷേ ഈ പ്രശ്നത്തിൽ വിജയൻ എന്താ ഗോപി, അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഈ അഭിനന്ദന്റെ അറസ്റ്റ് ഇതുവരെ ഔദ്യോഗികമായി ഇന്ത്യ അറിയിച്ചിട്ടില്ല പാകിസ്ഥാൻ. നയതന്ത്രപരമായി വലിയ പാളിച്ചയാണ്. ഇതുവരെ ഔദ്യോഗികമായ ഒരു ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ നമ്മളെ അറിയിക്കണമല്ലോ. ഈ നിമിഷം വരെയും അത് ഉണ്ടായിട്ടില്ല. പകരം എന്താണ്, അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അതായത് പാകിസ്ഥാന്റെ ട്വിറ്ററിൽ നിന്ന് തന്നെ വന്നിരുന്നു. പാകിസ്ഥാൻ ആഘോഷിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ വെച്ച് പാകിസ്ഥാൻ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ. ഒരു കാര്യം കൂടി, അതായത് ഇതിൽ വിജയൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ഒരു ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ നമ്മളെ ഇവർ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞു അഭിനന്ദൻ വർദ്ധമാൻ എന്നത് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി ശ്രമിക്കേണ്ടത് അതേപോലെ ഒരു ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അഭിനന്ദൻ വർദ്ധമാനെ രാജ്യത്തിന് കൈമാറാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. പാകിസ്ഥാനെ സ്വാധീനിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിന്മേൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തണം. അത് അമേരിക്ക ആയാലും ചൈന ആയാലും. അതായിരിക്കണം ഇന്ത്യയുടെ അടുത്ത നീക്കം. എനിക്കൊന്ന് ഈ സ്റ്റെപ്പ് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക് ചാനലിൽ തന്നെ എനിക്കൊന്ന് ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും പോയിട്ടുണ്ടാവുക. കൃത്യമായും അഭിനന്ദൻ വർദ്ധമാനെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണമെന്നൊരു നിർദ്ദേശം ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിശദാംശങ്ങൾ അറിയിക്കുകയും ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരികെ അയക്കണമെന്ന ഒരു ശാസന തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഗോപി നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ വിജയകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടല്ലോ, ദേ ആർ സെലിബ്രേറ്റിംഗ് ദിസ് ക്യാപ്റ്റീവ്. അവർ ഈ തടങ്കലിനെ അവർ ആഘോഷിക്കുകയാണ്. അവർ പരമാവധി ഡിസ്പ്ലേ ചെയ്തു. ഇന്ന് തന്നെ ഗവൺമെന്റ് ഓഫ് പാകിസ്ഥാന്റെ വെബ്സൈറ്റിൽ ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്പസമയത്തിനകം. അവരുടെ വെബ്സൈറ്റ്, അവരുടെ ട്വിറ്ററിൽ തന്നെ വളരെ കൃത്യമായും ഈ ഒരു പൈലറ്റിനെ തങ്ങൾ പിടിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ആഘോഷിക്കുന്ന തരത്തിലുള്ള ട്വീറ്റാണ് അവർ വിടുന്നത്. അരുൺ, ഈ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇത്തരം നീക്കങ്ങളും നടപടികളിലൊന്നും ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതിനു മുൻപും മൃതദേഹങ്ങളെ അപമാനിക്കുന്നതും വികൃതമാക്കുന്നതുമായ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് മാത്രമല്ല, പാകിസ്ഥാൻ ഇന്ന് തന്നെ ഇന്ത്യയുടെ വിമാനം വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ് ബംഗളൂരുവിൽ നടന്ന എയർ ഷോയിൽ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ അവർ പ്രചരിപ്പിച്ചു, നുണപ്രചരണം നടത്തി. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ ഇത് പാകിസ്ഥാൻ പോലൊരു രാജ്യത്തിൽ നിന്ന് നമ്മൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു പെരുമാറ്റമല്ല, ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഈ നിലയിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ശീലമുണ്ട്. നുണപ്രചരണം എന്നത് അവരെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല. മാത്രമല്ല വിജയകുമാർ, ഇത് ഈ ഒരു ഘട്ടത്തിലെ നുണപ്രചരണം എന്നുള്ളത് ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഏത് വാർ സ്ട്രാറ്റജിയാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ വിശദീകരിക്കാൻ നമുക്ക് കഴിയുമായിരിക്കും. ഒരു സബ് കൺവെൻഷണൽ വാറിലാണ് ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും ഏർപ്പെട്ടിരിക്കുന്നത്. സബ് കൺവെൻഷണൽ വാറിന്റെ പ്രത്യേകത, സബ് കൺവെൻഷണൽ വാർ നേരിട്ട് മിലിറ്ററി ടു മിലിറ്ററി, ഹെഡ് ഓൺ കൊളീഷൻ അല്ല. നേരിട്ട് ഒരു മിലിറ്ററി മറ്റൊരു മിലിറ്ററി ഏറ്റുമുട്ടുന്നതല്ല. പകരം ഏതെങ്കിലും ചില പ്രത്യേക ലൊക്കാലിറ്റിയിൽ ടെറർ ഗ്രൂപ്പുകളെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള ഒന്ന്. പാകിസ്ഥാൻ അതിലൊരു പരാജയമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതാണ് ഇന്ന് മിഗ് വിമാനങ്ങൾ ഫോയിൽ ചെയ്ത നശിപ്പിച്ച പാകിസ്ഥാന്റെ ശ്രമം. അതായത് ഒരു സബ് കൺവെൻഷണൽ വാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസ്ഇൻഫർമേഷൻ കൊടുക്കുക, സൈക്കോളജിക്കലി നമ്മളെ പ്രഷറിലാക്കുക, അവരുടെ ജനതയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തെറ്റായ, നേരത്തെ ഗോപി സൂചിപ്പിച്ച വ്യാജ ചിത്രങ്ങൾ കൊടുക്കുക. അതാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്നത്തെ പ്രത്യേക ദിവസം തന്നെ ചെയ്തതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അരുൺ പറഞ്ഞതിനോട് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇന്ത്യക്ക് ഇതുവരെയുള്ള നിലപാട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനാണ്. തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള താവളങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. പാക് മണ്ണിൽ തീവ്രവാദികൾ വേരുറയ്ക്കാൻ കാരണം ഭരണകൂടത്തിന്റെയും സൈന്യത്തിന്റെയും ISI പോലുള്ള ചാരസംഘടനകളുടെയും സഹായത്തോടെയാണ്. ഈ നിലപാട് ഇന്ത്യ കൺസിസ്റ്റന്റ് ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ശരിവെക്കുന്നതാണ് ഇന്നത്തെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണ ശ്രമം. കാരണം ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരു സൈനിക ആക്രമണം നടത്തിയിട്ടില്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് തീവ്രവാദ ക്യാമ്പുകളെ തുടച്ചു നീക്കുകയാണ്. ആ ആക്ഷനാണ് ഞങ്ങൾ ക്യാരി ഔട്ട് ചെയ്തത്. ലോകത്തെ എല്ലായിടത്തും ഇന്ത്യക്ക് തീവ്രവാദത്തിനെതിരെ ഒറ്റ നിലപാടേ ഉള്ളൂ. പക്ഷേ ഇന്ന് അതിനെ പ്രതിരോധിച്ച് രംഗത്ത് വന്നത് പാക് സൈന്യമാണ്. അതോടുകൂടി ഇന്ത്യയുടെ നിലപാട് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് അന്താരാഷ്ട്ര. അത് തന്നെ ബാലാക്കോട്ടിലെ ഇന്ത്യൻ നടപടിക്കെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന സാഹചര്യമാണ്. മറ്റൊന്നുകൂടിയുണ്ട് കാര്യം, ഇതെല്ലാ പ്രതികരണങ്ങളിലും ഇന്ത്യയുടെ കാര്യത്തിൽ പ്രതികരിച്ചത് വിദേശകാര്യ സെക്രട്ടറിയാണ്. ഇന്ന് മാത്രമാണ് ഒരു ഡിഫൻസ് പേഴ്സണലിനെ കൂടെ ഇരുത്തി വിദേശകാര്യത്തിന്റെ സ്പോക്ക് പേഴ്സൺ സംസാരിച്ചത്. KGR കപൂറിനെ രവീഷ് കുമാർ ഒപ്പം ഇരുത്തി ഇന്നത്തെ ദിവസമാണ്. ഇന്നലെ ബലാക്കോട്ടിൽ നടക്കുമ്പോൾ പ്രേക്ഷകർ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിദേശകാര്യ സെക്രട്ടറിയാണ് ലോകത്തോടും ഇന്ത്യയോടും ഈ വിവരം ഔദ്യോഗികമായി അറിയിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ കാര്യത്തിൽ അത് ഇന്നലെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസിഫ് ഗഫൂറും ഈ പറയുന്ന ഖുറൈഷിയും ഡിഫൻസ് പേഴ്സണലുമാണ്. അവിടെയാണ് ഗോപി നയതന്ത്രപരമായ ഇന്ത്യക്കുള്ളൊരു പക്വത
മെച്യൂരിറ്റി, ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഒരു സെക്യുലർ രാജ്യം പുലർത്തേണ്ട ഇന്റർനാഷണൽ കേർട്സി, അത് പാകിസ്ഥാൻ ഇല്ലാതെ പോകുന്നത്. പാകിസ്ഥാൻ ഈസ് ആൻ അമച്വർ കൺട്രി ഇൻ ദാറ്റ് സെൻസ്. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൂടിയാണ്. എത്ര ദുർബലമാണ് അവിടുത്തെ ജനാധിപത്യം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തു പോകണം. എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് മറുപടി നൽകണം എന്നത് മാത്രമേ ഇമ്രാൻഖാനുള്ളൂ. അത് ഇവിടുത്തെ സാധാരണക്കാരായ കുറെ ആളുകളെ കൊന്നിട്ടാണെങ്കിലും ശരി, അവിടുത്തെ ജനങ്ങളോട് പറയണം തിരിച്ചടിച്ചു. അതിനപ്പുറത്തേക്ക് ഇമ്രാൻഖാനിൽ നിന്ന് ഏതെങ്കിലും ന്യായമോ നീതിയോ ഒന്നും നമ്മൾ ഇനിയും പ്രതീക്ഷിക്കേണ്ട എന്ന് ഇന്നത്തെ സംഭവത്തോടുകൂടി നമുക്ക് ഉറപ്പായും വിലയിരുത്താം. ഗോപി, ഇന്ന് ഇമ്രാൻഖാന്റെ പ്രതികരണത്തിൽ ദേ കണ്ടക്ടഡ് 7 to 8 cuts. മനസ്സിലാക്കുന്നത് ഇന്ന് ദേശീയ ചാനലുകൾ പറയുന്നതാണ്. ഇമ്രാൻഖാൻ തയ്യാറാക്കി വെച്ച് ഇന്ന് പ്രേക്ഷകരോടും ഈ പറയുന്ന ഈ പാകിസ്ഥാനിലെ ജനങ്ങളോടും അഭിസംബോധന ചെയ്യുമ്പോൾ ആ പ്രസംഗത്തിൽ തന്നെ 7 ഇടങ്ങളിൽ ആർമി ഇടപെട്ട് എഡിറ്റ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. അല്ല, ഈ വിജയൻ നേരത്തെ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് പാകിസ്ഥാൻ ഭരണകൂടം എന്ന് പറഞ്ഞത് അതൊരു സൈനിക ഭരണകൂടമാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇമ്രാൻഖാനെ ചിലരെങ്കിലും പപ്പറ്റ് ഖാൻ എന്ന് വിളിക്കുന്നത്. കാരണം ഇമ്രാൻഖാനെ സ്വമേധയാ തീരുമാനങ്ങൾ എടുക്കുക അത് നടത്താനുള്ള കെൽപ്പോ സ്വാതന്ത്ര്യമോ അധികാരമോ ഇല്ല. നമ്മുടെ ഇമേജുകൾ വന്നിട്ടുണ്ട്. ഈ ഇമേജുകൾ നോക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട്. ഇത്തരം ഇമേജുകൾ കാണിക്കേണ്ടെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു. അങ്ങേറ്റം വേദനിപ്പിക്കുന്ന ഇമേജാണ് ഇത്. പുറത്തുവിട്ടിരിക്കുന്നത് റേഡിയോ പാകിസ്ഥാനാണ്. ഗവൺമെന്റ് പാകിസ്ഥാന്റെ ട്വിറ്ററിലും ഈ ഇമേജുകളുണ്ട്. ഓർമ്മിക്കണം, ഇത് ഔദ്യോഗികമായി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അറിയിക്കുന്നതിന് മുൻപ് എല്ലാത്തരം യുദ്ധ നിയമങ്ങളെയും പൂർണ്ണമായി കാറ്റിൽ പറത്തിക്കൊണ്ട് പാകിസ്ഥാൻ അവരുടെ ഔദ്യോഗികമായി, വേണമെങ്കിൽ ഇന്ത്യക്ക് ഈ പറയുന്ന പാകിസ്ഥാൻ ഭീകരവാദികളെ പിടിച്ചിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ട്വിറ്ററുകളിലൂടെ വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് ഇത് ചെയ്യാറില്ല. പാകിസ്ഥാൻ ഡിഡ് ദാറ്റ്. നോക്കൂ, ഇത് ഗവൺമെന്റ് ഓഫ് പാകിസ്ഥാൻ ഇമേജ് ആണ്. ഈ ഇമേജിൽ നിന്നാണ്, ഇതൊരു വീഡിയോ കൂടിയാണ്, ഈ വീഡിയോയിലാണ് തങ്ങൾ ഒരു പൈലറ്റിനെ പിടിച്ചുവെന്നും ആ പൈലറ്റ് ഇയാളാണെന്നും ലോകത്തോട് അറിയിക്കുന്നത്. ഒരു ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അല്ലാതെ പാകിസ്ഥാൻ പ്രകോപനപരമായി പാകിസ്ഥാൻ ജനതയെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ഒരു ട്വീറ്റ് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ട്വീറ്റ്. നമ്മോടൊപ്പം ഇപ്പോൾ ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിലൊരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്ക് എത്രയും വേഗം ഈ അഭിനന്ദൻ വർദ്ധമാനെ കൈമാറണം എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ, ഏതു തരത്തിലാണ് ഇന്ത്യ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഏതു തലത്തിലാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ആർക്കെ ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവിധ മാന്യതയും മര്യാദയും അന്താരാഷ്ട്ര ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതു സാഹചര്യത്തിലാണ് ഈ അഭിനന്ദൻ വർത്തമാനെ പാക് സേന കസ്റ്റഡിയിലെടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു യുദ്ധത്തടവുകാരനായി പിടിക്കുകയാണെങ്കിൽ പോലും അതിന് പാലിക്കേണ്ട പല മര്യാദകളുമുണ്ട്. ആ മര്യാദകൾ ഒന്നുപോലും പാലിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തെ സമൂഹത്തിന് മധ്യേ ഒരു കുറ്റവാളിയുടെ സമാനമായിട്ടുള്ള രീതിയിൽ ഉള്ള പ്രതികരണമാണ് അദ്ദേഹത്തിനോട് നടത്തിയത്. ഒരു മാന്യതയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അഭിനന്ദൻ വർത്തമാനെ എത്രയും വേഗം രാജ്യത്തേക്ക് മടക്കി അയക്കണം എന്നതടക്കമുള്ള ആവശ്യമാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു സമീപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആളെ പിടിക്കുന്ന ഘട്ടം ഉണ്ടായാൽ പോലും അത് ഔദ്യോഗികമായിട്ട് ഇന്ത്യ അറിയിക്കേണ്ട ഒരു മാന്യതയുണ്ടായിരുന്നു. അതുപോലും പാകിസ്ഥാൻ പാലിച്ചില്ല. പകരം സമൂഹ മാധ്യമങ്ങളിലും പാക് സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും അടക്കം പ്രസിദ്ധീകരിച്ച് അയാളെ പരമാവധി തേജോവധം ചെയ്യുകയും രാജ്യത്ത് പ്രാദേശികമായിട്ടുള്ള വികാരം ഉണർത്താൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഇന്ത്യ പാലിച്ച ഒരു മര്യാദയും പാകിസ്ഥാൻ പാലിച്ചില്ല എന്ന് ഇന്ത്യ പറയുന്നു. ഈ മര്യാദകേട് ഇന്ത്യ കാണിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ന് പാകിസ്ഥാൻ ഉണ്ടാകുന്ന തിരിച്ചടികളുടെ എണ്ണം, അതിൻ്റെ ഒരു വ്യാപ്തി എത്രമാത്രമാണ് എന്ന് പാകിസ്ഥാൻ ഊഹിച്ചു കൊള്ളാനുള്ള ബാധ്യത കൂടി പാകിസ്ഥാനുണ്ട് എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിൻബലം ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. പക്ഷേ ആ സമൂഹത്തിന്റെ പിൻബലം ഇന്ത്യക്കുണ്ട് എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം സ്വീകരിക്കുന്ന മാന്യതയുണ്ട്. ഏത് വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പും ഇത് ഇപ്പോൾ സ്വീകരിച്ച പത്താൻകോട് ആക്രമണത്തിന്റെ ഭാഗമായിട്ട് തീവ്രവാദ ആക്രമണത്തിന് മറുപടി നൽകുന്ന ഘട്ടത്തിൽ പോലും
പാകിസ്ഥാനെ വിളിച്ച് വളരെ കൃത്യമായിട്ട് എന്താണ് അവിടെ ചെയ്തത് എന്നതടക്കം പാകിസ്ഥാനെ ധരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇന്ത്യ അടുത്ത ചുവട് മുന്നോട്ട് വെച്ചത് എന്നുള്ളതടക്കമുള്ള കാര്യമാണ് പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചത്. നയതന്ത്ര മര്യാദകൾ ഒന്നും പാലിക്കാത്ത ഒരു രാജ്യമായി പാകിസ്ഥാൻ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള വിമർശനവും ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ തന്നെ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാശങ്കയും വേണ്ട ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നാണ് ഒരു വിദേശകാര്യ വക്താവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തെ നേരിടാനുള്ള എല്ലാവിധത്തിലുള്ള കരുത്തും ഇന്ത്യക്കുണ്ട്. ഇത് മറികടക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള പ്രവൃത്തി പാകിസ്ഥാൻ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ ഭീകരവാദത്തിന്റെ പിന്തുണയ്ക്കുന്നതിന്റെ തെളിവുകളായി നിരത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ ഇന്ത്യ വിശദീകരിക്കുന്നത്. രാധാകൃഷ്ണൻ, ഒരു സംശയമുള്ളത്, നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നു വന്ന F-16 വിമാനങ്ങളെ പിന്തുടർന്ന MiG-21 പൈലറ്റ് ആയിരുന്നു ഈ പറയുന്ന അഭിനന്ദൻ വർദ്ധമാൻ. എന്നാൽ ഈ അഭിനന്ദൻ വർദ്ധമാൻ ജമ്പ് ചെയ്തു പോയത്, അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നതും MiG-21 ക്രാഷ് ചെയ്തിരിക്കുന്നതും പാകിസ്ഥാന്റെ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാകിസ്ഥാന് നാളെ ഒരു പ്രിസണർ ഓഫ് വാർ എന്ന രീതിയിൽ POW ആയിട്ട് കണക്കാക്കി തങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കും ഇദ്ദേഹത്തെ എന്നൊരു നിലപാട് മുന്നിലേക്ക് വെക്കാൻ കഴിയുന്നതാണോ? പാകിസ്ഥാന്റെ മണ്ണിൽ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിച്ചു എന്ന് അവർക്ക് പറയാൻ കഴിയുമോ? ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ടോ? വിജയകുമാർ, അങ്ങനെ ഒരു സാധ്യത കൂടെ ഇപ്പോൾ നിലവിലില്ലേ? കാര്യം ഇപ്പോൾ അഭിനന്ദൻ വർദ്ധമാനെ കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നാണ്. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. POK ആണെങ്കിൽ ആ വാദം നിലനിൽക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. POKയെ സംബന്ധിച്ച ഇന്ത്യൻ നിലപാട് എന്താണ് എന്നത് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. POKയെ സംബന്ധിച്ച ലോകത്തിന്റെ നിലപാട് എന്താണ് എന്നതും തർക്കവിഷയമാണ്. അതുകൊണ്ട് ഇമ്രാൻഖാൻ പറഞ്ഞിരിക്കുന്നത് ഒരു യുദ്ധകാലത്ത് പിടിക്കുന്ന ഒരു ആളിനെ എന്ന വണ്ണം ഞങ്ങൾ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിന് രണ്ടർത്ഥമുണ്ട്. ആർക്ക് ഇവിടെയാണ് ആ വിശദീകരണം വേണ്ടത്. ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഒരു യുദ്ധ തടവുകാരനായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഉടനെ വിട്ടുകിട്ടാൻ സാധ്യതയില്ല. അതല്ല, ഒരു അതിർത്തി ലംഘിച്ച ഒരാൾ എന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന ശക്തിപ്പെടാൻ പോകുന്ന സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കൈമാറാനുള്ള സാധ്യതയുണ്ട്. ആർക്കേക്ക് എന്ത് തോന്നുന്നു? ഒരു പ്രിസൺ ഓഫ് വാർ ആയിട്ട് കണക്കാക്കി ദിവസങ്ങൾ എടുക്കുമോ ഇദ്ദേഹത്തെ കൈമാറാൻ? ഇദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ മിലിറ്ററി ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഈ ക്യാപ്റ്റിവിറ്റി? തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഒരു ചരിത്രം പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ യുദ്ധ തടവുകാരൻ എന്ന നിലയിൽ മാത്രമേ പരിഗണിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകൂ എന്നുള്ള സൂചനകളാണ് അവിടെ നിന്ന് വരുന്നത്. ഇപ്പോഴത്തെ അവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ച് അവിടെയുള്ള ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഈ വിധത്തിലുള്ള നടപടി ആവശ്യമാണ് എന്ന രീതിയിലാണ് രാഷ്ട്രീയ നേതൃത്വവും പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനീവ കൺവെൻഷനോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഏത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉടമ്പടിയോ ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കുന്ന വിധത്തിലേക്ക് അവിടുത്തെ സർക്കാർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ഈ കൺവെൻഷനുകളുടെയും അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ഒരു സമ്മർദ്ദമല്ല പാക് സർക്കാരിന്റെ മുന്നിലുള്ളത്. പാക് സർക്കാരിന് ഈ പ്രത്യേകിച്ച് ഇമ്രാൻ ഖാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് അവരുടെ വിധേയത്വം, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അടക്കമുള്ള സാഹചര്യം ഒരുക്കിയവർക്ക് മുന്നിൽ അവരുടെ വിധേയത്വം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു അവസരമായിട്ടാണ് ഇമ്രാൻഖാൻ ഇതിനെ ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. രാധാകൃഷ്ണൻ പറഞ്ഞതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. കാരണം ഇമ്രാൻഖാന്റെ തെഹ്രീക്കെ ഇൻസാഫ് എന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെ അധികാരത്തിൽ വന്നു എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ഉത്തരം കിട്ടും. കാരണം ലഷ്കർ ഇ തായിബ പോലെ ജെയ്ഷെ മുഹമ്മദിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോട് കൂടിയാണ്, അതായത് ജനാധിപത്യത്തെ എതിർക്കുന്ന അത്തരം എല്ലാ തരത്തിലുള്ള മര്യാദകളെയും എതിർക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകളുടെ ഇത്തരം എലമെന്റ്സിന്റെ സഹായത്തോടെയും പിന്തുണയോടെയും കൂടിയാണ് ഇന്ന് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പപ്പറ്റ് ഖാൻ എന്ന് ഇമ്രാൻഖാനെ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമാണ് രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ അവരെ മുന്നിൽ വിധേയത്വം കാണിക്കാൻ വേണ്ടി ഇമ്രാൻഖാൻ ഒരുപക്ഷെ ഈ പറയുന്ന വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാലും അത്ര എളുപ്പത്തിൽ ഈ അഭിനന്ദൻ വർദ്ധമാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുമെന്ന സംശയം. അതിൽ വേറൊരു അപകടം കൂടി പാകിസ്ഥാന് പറ്റിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ചിത്രങ്ങൾ പാകിസ്ഥാൻ നൽകിയത് അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി ഇതോടെ പാകിസ്ഥാൻ ഉണ്ടാവുകയാണ്. ഒരു യുദ്ധ തടവുകാരനായിട്ടാണെങ്കിലും അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടി വരും പാകിസ്ഥാൻ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി പാകിസ്ഥാൻ മാത്രമായിരിക്കും. പക്ഷേ ഈ അന്താരാഷ്ട്ര മര്യാദകളും ആ മാന്യതയും ഒക്കെ പാകിസ്ഥാന് ബാധകമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഒന്നുമില്ല. പക്ഷേ കാരണം ഈ എത്രയും കാലം അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ കയ്യിലായിരിക്കുന്നു അത്രയും കാലം ഇനി ഇന്ത്യക്ക് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവും. കാരണം ഒരേ സമയം തന്നെ ഇന്ത്യക്ക് രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അഭിനന്ദൻ വർദ്ധമാന്റെ ജീവിതം നമുക്ക് തിരിച്ചുപിടിക്കണം, അത് ഒരു പ്രസ്റ്റീജാണ് സ്റ്റേറ്റിനെ സംബന്ധിച്ച്. ഗോപി, അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ ഡിഫൻസ് മൂവ്മെന്റുകൾക്ക് അതൊരു ചെക്കായിരിക്കും. അരുൺ, അവിടെ എനിക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണുള്ളത്. കാരണം ഇന്ത്യയെ ഇനി നമ്മൾ സംസാരിക്കേണ്ടത് അതിർത്തി കടന്നുള്ള ആക്രമണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തിരിച്ച് പ്രത്യാക്രമണത്തെ
ആക്രമണത്തെക്കുറിച്ചൊന്നുമല്ല. ആ ഒരു ഘട്ടം കഴിഞ്ഞു. സത്യത്തിൽ ഒരു ഫേസ് കഴിഞ്ഞു. അതായത് നമ്മുടെ ദൗത്യം നിറവേറ്റി കഴിഞ്ഞു. ഇവിടെ അവർ തിരിച്ചടിക്കാൻ ശ്രമിച്ചു, അതിനെ നമ്മൾ പ്രതിരോധിച്ചു കഴിഞ്ഞു. ആ ഫേസ് കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ നീക്കം നയതന്ത്ര തലത്തിലാണ്. ഇനി ഇന്ത്യ ചെയ്യുന്നത് ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. അതായത് കാലങ്ങളായി നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ പോലും മസൂദ് അസറിനെ ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അത് വീറ്റോ അധികാരമുള്ള ചൈന എതിർത്തപ്പോൾ ചൈനയ്ക്ക് പോലും ഇപ്പോൾ നിലപാട് മാറ്റേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഇനി നീങ്ങുന്നത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ആയിരിക്കും, ഡിപ്ലോമസിയിലൂടെ തന്നെയായിരിക്കും അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്ക് ഇന്ത്യ തുടക്കമിടുക. ഗോപി, നമ്മളൊരു ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് സോഫാർ ഇതുവരെയുള്ള ഇന്ത്യയുടെ ഈ നീക്കങ്ങളെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് 2 തലങ്ങളിലും ഒരു അപ്രഡ്ജ് കിട്ടിയിട്ടുണ്ട്. മിലിറ്ററി തലത്തിൽ നമുക്കൊരു അപ്രഡ്ജ് കിട്ടി മിന്നലാക്രമണത്തിലൂടെ, മൈനസ് അഭിനന്ദൻ വർദ്ധമാൻ. ഡിപ്ലോമാറ്റിക് തലത്തിൽ ചൈന ഇന്ത്യക്കൊപ്പം നിൽക്കുകയും ഇനി വേണ്ടി വന്നാൽ അടുത്ത ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ മസൂദ് അസറിനെ ഒരു ആഗോള ഭീകരനായി ഒരുപക്ഷെ ചൈന തന്നെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് അതൊരു ഡബിൾ ധമാക്കയായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാം ഇതൊരു മൈനസ് അഭിനന്ദൻ വർദ്ധമാനാണ് അറ്റ് ദിസ് പോയിന്റ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടരും. കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാവും. ട്വീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ പകലിൽ സംഭവിച്ചത് എന്ത് എന്നാണ് അന്വേഷിക്കുന്നത് ഈ പ്രത്യേക ബുള്ളറ്റിൻ. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. 40 സെക്കൻഡിന് ചെറിയ ഇടവേള. This is 24 from Flowers Group. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. സ്വയംവര സിൽക്സ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. ലോകോത്തര ബ്രാൻഡായ ഗ്രീഎസി ഇപ്പോൾ കേരളത്തിലും. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. സഹ്യ സുപ്രീം ടീ, ഒരു തരി പോലും കലർപ്പില്ല. ജീവിതം ആസ്വദിക്കൂ രുചിയുള്ള കടുപ്പവുമായി. ടേസ്റ്റി രുചിയുള്ള കടുപ്പം. കോഹ്ലി 87 റണ്ണായി. ഡബിൾ സെഞ്ചുറി അടിക്കുന്നതിന് മുമ്പ് ബട്ടർ ചിക്കൻ റെഡി ആവോ? ബട്ടർ ചിക്കൻ മസാല റെഡി. കോഹ്ലി എത്രയായി? 96. ഈസ്റ്റേൺ ബട്ടർ ചിക്കൻ മസാല മെയ്ഡ് ഈസി. ജീവിതം ആസ്വദിക്കൂ രുചിയുള്ള കടുപ്പവുമായി. ടേസ്റ്റി രുചിയുള്ള കടുപ്പം. ബാലാക്കോട്ടിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യക്ക് മറുപടി നൽകാൻ പാകിസ്ഥാൻ തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളെ. രജൌറിയിലെ ഗ്രാമങ്ങളിൽ ബോംബ് വർഷിച്ച പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളെ തുരത്തി ഇന്ത്യൻ വ്യോമസേന. പാക് പിടിയിലായ ധീര വൈമാനികൻ അഭിനന്ദനെ കാത്തിരിക്കുന്നതെന്ത്? ചർച്ചയ്ക്ക് ക്ഷണിച്ച ഇമ്രാൻഖാനോട് ഇന്ത്യ പ്രതികരിക്കേണ്ടതെങ്ങനെ? അതിരുവിട്ട് പാകിസ്ഥാൻ. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന എൻകൗണ്ടർ ഇന്ന് രാത്രി 8 മണിക്ക് 24-ൽ. You are watching television newspaper. പാകിസ്ഥാന്റെ മണ്ണിലെ ഏറ്റവും വലിയ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രത്തെ തകർത്തതിന് പാകിസ്ഥാൻ തിരിച്ചടിക്ക് തെരഞ്ഞെടുത്തത് നിർഭാഗ്യവശാൽ രജൌറിയിലെ ഗ്രാമങ്ങളും 4 പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളുമായിരുന്നു. ആ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തീ തുപ്പാൻ വന്ന F-16 പോർ വിമാനങ്ങളെ ഇന്ത്യയുടെ MiG-21 വിമാനങ്ങൾ തുരുത്തുന്നതിനിടയിലാണ് അതിർത്തിക്കപ്പുറത്തേക്ക് നമുക്ക് പ്രിയപ്പെട്ട അഭിനന്ദൻ വർദ്ധമാൻ എന്ന പ്രിയ സഹോദരനെ നമുക്ക് നഷ്ടപ്പെട്ടത്. തിരിച്ചുപിടിക്കാൻ നയതന്ത്ര തലത്തിൽ നമ്മൾ ശ്രമം തുടരുകയാണ്. അത് ഏത് തലത്തിൽ ഏത് ഘട്ടത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോകുക എന്ന് വരുന്ന ദിവസങ്ങളിൽ കാണാം. ഇന്നത്തെ പകൽ അതിർത്തിയിൽ സംഘർഷത്തിൻ്റെതായിരുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ അതിർത്തിയിൽ നിന്ന് സംഘർഷം ഒതുങ്ങിയിട്ടില്ല. 24-ഉം എല്ലാ വാർത്താമാധ്യമങ്ങളും അതിർത്തിയിലെ സംഘർഷത്തെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് വാർത്തകൾ നൽകുകയായിരുന്നു. അതിന് പിന്നിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും ഇന്ന് യഥാർത്ഥത്തിൽ ആ പകൽ അതിർത്തിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ഒരു വിശകലനമാണ് ഈ പ്രത്യേക ബുള്ളറ്റിൻ. ഗോപികൃഷ്ണനുമുണ്ട്, ഒപ്പം സീനിയർ ന്യൂസ് എഡിറ്റർ വിജയകുമാറുമുണ്ട് എനിക്കൊപ്പം ഇവിടെ ഈ ഫ്ലോറിൽ. നമുക്ക് ഓരോ ട്വീറ്റിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഇന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ തുടക്കം നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ചൈനയിൽ നടക്കുന്ന 3 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന റിഗ് മീറ്റാണ്. അതിൽ സുഷമ സ്വരാജ് ഉണ്ട്, ചൈനീസ് പ്രതിരോധ മന്ത്രിയുണ്ട്, റഷ്യൻ മന്ത്രിയുമുണ്ട്. ഇവർ 3 പേരുടെയും മീറ്റിംഗ് നടന്ന് ഇന്ത്യക്ക് ചൈന അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകുന്നതിന് തൊട്ടു പിന്നാലെയാണ് വാർത്ത വരുന്നത് ഇന്ത്യയുടെ MI ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നതായിട്ട് കേൾക്കുന്നത്. ആ വാർത്തയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ വാർത്ത യഥാർത്ഥത്തിൽ നമ്മൾ ആശങ്കയോടുകൂടിയാണ് കണ്ടത്. ആ ആശങ്ക എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇത് പാകിസ്ഥാന്റെ സൈനിക നടപടിയുടെ തുടക്കം ആണോ എന്നതായിരുന്നു. നമുക്ക് അതിലേക്ക് പെട്ടെന്ന് വരാം. ആദ്യത്തെ ട്വീറ്റ് പുറം വരുന്നത് ഈ സുഷമ സ്വരാജ് ഇതിനുശേഷം ഈ ചൈനയിൽ വെച്ച് നടത്തുന്ന വാങ്വിയിൽ വെച്ച് നടത്തുന്ന പ്രധാനപ്പെട്ട ഈ റിഗ് മീറ്റിൽ പങ്കെടുത്തിട്ട്
ഇന്ത്യയുടെ നിലപാട് ശക്തമായ ഭാഷയിൽ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു ഗോപി, വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ സുഷമ സ്വരാജ് ഇന്ന് കൊടുത്തത് ചൈനയിൽ. അതെ, വളരെ അവസരോചിതമായ അല്ലെങ്കിൽ സന്ദർഭത്തിനനുസൃതമായിട്ടുള്ള ഒരു വിശദീകരണമാണ് സുഷമ സ്വരാജ് ഇന്ന് റിക് മീറ്റിംഗ് നൽകിയത്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട റഷ്യ, ഇന്ത്യ, ചൈന ഉച്ചകോടിയാണ്. അവിടെ നമുക്കറിയാം ചൈന ഇക്കാലം അത്രയും ഏത് പൊസിഷനിലാണ് നിന്നിരുന്നതെന്ന്. അപ്പോൾ ചൈനയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ചൈനയെ ബോധ്യപ്പെടുത്തുക എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതുപോലൊരു ആക്ഷനിലേക്ക് ചെന്നത്, തീവ്രവാദത്തിനെതിരെ എന്താണ് ഇന്ത്യയുടെ നിലപാട്, എന്തുകൊണ്ട് പാകിസ്ഥാനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ആ നിലപാട് വ്യക്തമായി ഇന്ന് ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് സുഷമ സ്വരാജിന്റെ നേട്ടം. അതിൽ ഒരു കാര്യം കൂടി, ഈ മീറ്റിംഗിന്റെ ആകത്തുക തീവ്രവാദത്തിനെതിരായ ഇന്ത്യൻ പോരാട്ടം അതിലെ അവസാനം വന്ന സംയുക്ത പ്രസ്താവനയിലും ഉണ്ടായിരുന്നു. ആകത്തുക അത് മാത്രമായി അതിന്റെ ശ്രദ്ധ മാറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ തോതിലുള്ള നയതന്ത്ര വിജയമൊന്നും ആയിരുന്നില്ല. സുഷമ സ്വരാജിന്റെ വളരെ സക്സസ്ഫുൾ ആയ ഈ നയതന്ത്ര ബന്ധത്തിന് ശേഷമാണ് നമ്മളെ നടുക്കിയ ആദ്യത്തെ വാർത്ത പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ഹെലികോപ്റ്റർ ആദ്യം വന്നത് തന്നെ മിഗ് എയർക്രാഫ്റ്റ് തകർന്നു എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നമ്മൾ വളരെ കൃത്യമായി MI ഹെലികോപ്റ്ററാണ് തകർന്നത് എന്ന പ്രഖ്യാപനം വരുന്നു. അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടി നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ഈ വാർത്ത വരുന്നതിന് തൊട്ട് മുമ്പാണ് അമേരിക്കൻ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ANAയിൽ വളരെ കൃത്യമായ ഭാഷയിലുള്ളൊരു താക്കീത് നൽകുന്നു പാകിസ്ഥാന്. ഇന്ത്യക്കൊപ്പം അന്താരാഷ്ട്ര സമൂഹമുണ്ടെന്ന് തോന്നലുണ്ടാക്കിയ നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ കഴിഞ്ഞ് വളരെ പെട്ടെന്നാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച MI ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത് ബുദ്ഗാമിൽ. എനിക്ക് തോന്നുന്നു 4-5 വൈമാനികരും ഒരു സിവിലിയനും അവിടെ ജീവിതം നഷ്ടപ്പെട്ടിരുന്നു. ആദ്യം 2 പേരുടെ മരണമായിരുന്നു, പിന്നീട് അത് സേന തന്നെ 4 പേരുടെ മരണം സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ പാകിസ്ഥാൻ ആ ഘട്ടത്തിൽ ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് ഒരു വീരവാദം മുഴക്കാൻ ശ്രമിച്ചിരുന്നു. അതെ, അതിന് പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തിയത് അവിടെ തകർന്ന ചോപ്പറുമായി ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്ന് പിന്നീട് തിരുത്തുകയും ചെയ്തു. പാകിസ്ഥാൻ ഇന്നലെ മുതൽ പരസ്പര ബന്ധമില്ലാതെ ഈ നിലയിൽ സേനയും രാഷ്ട്രീയ നേതൃത്വവും യാതൊരു ബന്ധവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന്റെ അവസാനത്തെ സൂചനയായിരുന്നു ഇത്. നോക്കൂ, ഇന്നലെ മുതൽ പാകിസ്ഥാൻ, പ്രത്യേകിച്ച് സൈനിക വക്താവായ അസീഫ് ഗഫൂർ നടത്തിയ ട്വീറ്റുകളെല്ലാം നോക്കുമ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയ, വളരെ ഡിസപ്പോയിന്റഡ് ആയ, ഡിസോറിയന്റഡ് ആയ ഒരു സൈനിക നേതാവിന്റെ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറയുന്നു വി സ്ക്രാംപിൾഡ് F-16 ആൻഡ് they left the payload here എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരുന്നു. ഇന്ന് തുടക്കത്തിൽ വിജയകുമാർ പറഞ്ഞതുപോലെ 2 ഇന്റർ ഫൈറ്റർ പ്ലെയിനുകളെ ഞങ്ങൾ വെടിവെച്ചിട്ടു, 4 വൈമാനികർ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ആദ്യം ട്വീറ്റ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഗോപി പറഞ്ഞതുപോലെ we don't have any engagement with the so-called aircraft. That was the last tweet. That was the last meeting. അതിനുശേഷമാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് violated Indian space, the Jowri sector, dropped bombs near Indian army before no reports of casualties yet. ഇതാണ് നമ്മളെ പരിഭ്രാന്തരാക്കിയത്. എനിക്കൊരു this was the turning point. അതെ, ആ സമയം തൊട്ട് നമ്മൾ ഇത് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന് ആശങ്കപ്പെട്ട ആദ്യ സന്ദേശം ഇതായിരുന്നു. ഇത് വരുന്നത് ഏകദേശം 11:30 കൂടി ഈ വാർത്ത പുറത്തു വരുന്നു. പ്രധാനമന്ത്രി മറ്റേതോ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ മീറ്റിംഗിലെ ഷെഡ്യൂൾ പ്രധാനമന്ത്രി റദ്ദ് ചെയ്യുന്നു. മാത്രമല്ല ഗോപി, ഏറ്റവും കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തിയത് അതിലൊരു രസകരമായ സംഭവം കൂടി. പ്രധാനമന്ത്രിയുടെ പ്രസംഗവേദിക്ക് അരികെ ഒരു ഉദ്യോഗസ്ഥന് ഒരു കുറിപ്പ് കൊടുക്കുകയും അത് അദ്ദേഹം വായിച്ചിട്ട് അക്ഷമനാവുകയും വളരെ വേഗത്തിൽ ആ പരിപാടികൾ അവസാനിപ്പിച്ച് PMOയിലേക്ക് പോവുകയുമാണ് ചെയ്തത്. ആ സമയത്ത് കാശ്മീരിന്റെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള പ്രധാനപ്പെട്ട വ്യോമയാന പാതകളെല്ലാം തന്നെ ക്ലോസ് ചെയ്യുന്നതായിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുറത്തിറക്കുകയും ചെയ്യുന്നു. ഹിമാചൽ പ്രദേശിൽ, കാശ്മീരിൽ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡിൽ ഇവിടെ എല്ലാം തന്നെ എയർപോർട്ടുകൾ ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അക്ഷരാർത്ഥത്തിൽ ആ അതിർത്തി യുദ്ധസമാനമായ സാഹചര്യം. ഹൈവേകളുടെ നിയന്ത്രണം പൂർണ്ണമായും സേന ഏറ്റെടുത്തു. വളരെ പ്രധാനപ്പെട്ട ഹൈവേകളല്ല, പത്താൻകോട്ട് കാശ്മീർ, ജമ്മു ഹൈവേ, ഈ വ്യോമ പ്രത്യേകിച്ച് ഈ അമൃത്സർ അടക്കം, മോസ്റ്റ് ഇമ്പോർട്ടന്റ്, അമൃത്സർ അടക്കം പാകിസ്ഥാന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ വ്യോമപാതകളും, കൃത്യമായി പറഞ്ഞാൽ 8 വിമാനത്താവളങ്ങൾ, 68 സർവീസുകളും ക്യാൻസൽ ചെയ്തു. നോട്ട എന്ന മറ്റുമാണ്. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുറത്തിറക്കുന്ന ഒരു ഉത്തരവ് പ്രകാരം ഇനി ഈ എയർപോർട്ടിന്റെ കംപ്ലീറ്റ് എയർ ട്രാഫിക് പൂർണ്ണമായും മിലിറ്ററി മൂവ്മെന്റിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. യുദ്ധകാലത്ത് മാത്രം നടക്കുന്നതായിരിക്കും. മാത്രമല്ല രജോറിയിൽ ആ സമയത്ത് തന്നെ കരസേന, ഈ സമയത്താണ് അജിത് ഡോവൽ ഹോം മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്കും പിന്നീട് പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്കും നിരന്തരം 3-4 തവണയായി മീറ്റിംഗിന് വരുന്നു. അതായത് അക്ഷരാർത്ഥത്തിൽ ഡൽഹിയിൽ പരിഭ്രാന്തജനകമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഉന്നത തലത്തിലുള്ള കൂടിയാലോചന നടക്കുന്നു. രജൌറിയിൽ കരസേന പോയി വീട്ടുകാരോട് പറയുന്നു നിങ്ങൾ വീടിനുള്ളിൽ ഇരിക്കണം, സ്കൂളുകൾ ക്ലോസ് ചെയ്യാൻ പറയുന്നു. ഒരു വാർ ടൈം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതിർത്തി. ഈ സമയത്താണ് നമ്മൾ തന്നെ കൊടുത്തിരുന്ന ഒരു സെഗ്മെന്റ് അനുസരിച്ച് പാകിസ്ഥാന്റെ മിലിറ്ററി സ്പോക്ക് പേഴ്സൺ ആ സമയത്താണ് കമാൻഡ് ചെയ്യുന്നത് 2 വൈമാനികരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന്.
ഈ മൊത്തം മാധ്യമങ്ങളും ഇതൊരു വാർ ലൈക്ക് സിറ്റുവേഷൻ എന്ന രീതിയിലേക്ക് പോകുന്നു. ഗോപി, ആ ടൈമിൽ ഗോപിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നോ? ഇത് ഈ വരാൻ പോകുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഡൈല്യൂട്ട് ചെയ്യപ്പെടുമെന്നോ എസ്കലേറ്റ് ചെയ്യുമെന്നോ മറ്റോ? അല്ല, സത്യത്തിൽ ഒരു എസ്കലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. കാരണം അത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ്. വിജയൻ, ഞാൻ ആങ്കർ ചെയ്യുമ്പോഴാണ് വിജയൻ ആ റിപ്പോർട്ട് തരുന്നത്. അതായത് പാകിസ്ഥാന്റെ എയർ സ്പേസ് ഒന്നാകെ തന്നെ ഇവർ മിലിറ്ററി മൂവ്മെന്റിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നത്. അതാണ് ആദ്യം നമ്മളെ നടുക്കിയ. കാരണം പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള സജ്ജമാകലിന്റെ സൂചനകൾ പാകിസ്ഥാൻ തരുന്നു. അതിനോടുള്ള ഒരു കൃത്യമായ റെസ്പോൺസ് ആണ് പിന്നീട് ഇന്ത്യൻ ഭാഗത്ത് നിന്ന്. കാരണം തുടക്കത്തിൽ ജമ്മു കാശ്മീരിലെ 4 വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നു, ഹിമാചൽ അടയ്ക്കുന്നു, ഉത്തരാഖണ്ഡ് അടയ്ക്കുന്നു. അതിനുശേഷം പിന്നീട് പത്താൻകോട്ട് ജമ്മു ദേശീയപാത കരസേനയെ ഏൽപ്പിക്കുന്നു. അതായത് പഞ്ചാബ് പോലീസിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നത് കരസേനയെ ഏൽപ്പിക്കുന്നു. അപ്പോൾ യുദ്ധസമാനമായ ഒരു സാഹചര്യം രൂപപ്പെടുകയാണെന്നും ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ രാജ്യം സജ്ജമാവുകയാണെന്നുമുള്ള ആദ്യ അപകടകരമായ അല്ലെങ്കിൽ അതിനിടയിൽ രാജ്നാഥ് സിംഗിന്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, BSF പോലെയുള്ള മറ്റു പാരാമിലിറ്ററി ഫോഴ്സിന് എന്ത് സാഹചര്യം ഉണ്ടായാലും നിങ്ങൾ സിവിലിയൻ മേഖലകൾ സംരക്ഷിച്ചു കൊള്ളണം, അത് നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്, ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല, ഉടൻ ആക്ഷൻ എന്നാണ് രാജ്നാഥ് സിംഗ്. രാധാകൃഷ്ണൻ വീണ്ടും ഉണ്ട് ഡൽഹിയിൽ ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ കാര്യങ്ങൾ ഡൽഹിയിൽ എങ്ങനെയായിരുന്നു? ഈ ഒരു വാർ ലൈക്ക് സിറ്റുവേഷന്റെ താപനില ഡൽഹിയിൽ എങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്ന് ഒരു പക്ഷേ രാധാകൃഷ്ണൻ നമുക്ക് വിശദീകരിക്കാൻ രാധാകൃഷ്ണൻ ത്രൂ ഔട്ട് ഇന്ന് ഈ ആക്ഷന്റെ മിഡിൽ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും തരത്തിൽ താപനില ഉയരുന്നതായിട്ട് തോന്നിയിരുന്നു ആ സമയത്ത്? തീർച്ചയായിട്ടും നോട്ടാം നിർദ്ദേശം പുറപ്പെടുവിച്ചു പൈലറ്റുമാർക്കുള്ളത് എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഡൽഹിയെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നിക്കുന്ന സന്ദർഭമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഏതാണ്ട് 3 തവണയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കണ്ടത്. പ്രധാനമന്ത്രിയെ അദ്ദേഹം കണ്ടതുകൂടാതെ തന്നെ 4 തവണയോളം പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവികളുമായിട്ടുള്ള യോഗം നടന്നിരുന്നു. ഈ യോഗത്തിലേക്ക് അദ്ദേഹം പലതവണ വരികയും പോവുകയും, ആഭ്യന്തര മന്ത്രാലയത്തിലെ യോഗത്തിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അടിയന്തരമായിട്ടുള്ള ചില ക്രമീകരണങ്ങൾ നടത്തി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തി വന്നത്. ആ ഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് അടുത്ത മണിക്കൂറുകളിൽ ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഡൽഹിയിലെ നോർത്ത് മേഖലയിലുള്ള എയർ സ്പേസ് പൂർണ്ണമായിട്ടും വെക്കേറ്റ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം എല്ലാ തലങ്ങളിലേക്കും നൽകുന്നു. വിമാനത്താവളങ്ങൾ 8 വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും സിവിലിയൻ ഓപ്പറേഷൻ മാറ്റിവെച്ചുകൊണ്ട് സൈന്യത്തിന് നൽകുന്നു, ഇന്ത്യൻ എയർഫോഴ്സിന് നൽകുന്നു. ഒപ്പം തന്നെ പാലം വിമാനത്താവളത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ചില സൈനിക നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനയും ലഭിക്കുന്നു. പാലം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ മേഖല വളരെ കൃത്യമായിട്ട് സൈനിക വിഭാഗങ്ങളെ എത്തിക്കുന്ന ഒരു നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. രാജ്യം ഒരു തിരിച്ചടി നൽകാൻ അല്ലെങ്കിൽ ഒരു യുദ്ധസമാന സാഹചര്യം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ സാഹചര്യം വളരെ കൃത്യമായിട്ട് പുരോഗമിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം അക്ഷരാർത്ഥത്തിൽ രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിക്കുന്ന നിമിഷങ്ങളായിരുന്നു. മുതിർന്ന വിദേശകാര്യ വിദഗ്ധരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ, പ്രതിരോധ വിദഗ്ധരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും ഇക്കാര്യത്തിലൊരു തർക്കവും ഉണ്ടായില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം സാധാരണഗതിയിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ ഡൽഹിയിൽ കരുതപ്പെട്ടിരുന്നത്. പലതവണ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ചോദിക്കുന്ന ഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ അംഗചലനങ്ങളിൽ നിന്നുപോലും എന്തോ നടക്കാൻ പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള നിലപാടുകളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന യോഗമാണ്. ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന യോഗം ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ആ യോഗത്തിൽ സിവിലിയൻ മേഖലകളിൽ സംരക്ഷണം നൽകാനായി അർദ്ധ സൈനിക വിഭാഗങ്ങൾ അവിടേക്ക് നീങ്ങാനായിട്ടുള്ള നിർദ്ദേശം വന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. സിവിലിയൻ മേഖലകൾ സംരക്ഷിക്കാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റ് ഭാഗങ്ങളിൽ നിന്ന്, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ സേനാ അംഗങ്ങളെ കാശ്മീരിലേക്ക് എത്തിക്കാനായിട്ടുള്ള നടപടി ആരംഭിക്കുന്നു. ഇത് അവധിയിൽ പോയിരിക്കുന്ന സൈനികരുടെ അവധി റദ്ദാക്കി മടങ്ങിയെത്താനായിട്ടുള്ള നിർദ്ദേശം പോകുന്നു. അത്തരത്തിലുള്ള ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഏത് വിധത്തിലാണോ കാര്യങ്ങൾ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ക്രമീകരണത്തിലേക്ക് പൂർണ്ണമായിട്ടും സാഹചര്യങ്ങൾ മാറുന്ന
ഒരു അവസ്ഥയാണ് ഡൽഹിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ അക്ഷരാർത്ഥത്തിൽ രാജ്യം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളായിരുന്നു ഏതാണ്ട് 2 മണിക്കൂർ സമയം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇത് ഡൽഹിയിൽ മാത്രമല്ല, ഇത് രാജ്യത്തെമ്പാടും തന്നെ ഇത്തരത്തിലുള്ള ഒരു ആശങ്കയും ഒരു ജാഗ്രതയും ഒക്കെ രൂപപ്പെട്ട നിമിഷങ്ങളായിരുന്നു ഉച്ചവരെ ഉണ്ടായിരുന്നത്. നമുക്ക് ഓരോ ട്വീറ്റുകളിലേക്ക് നമുക്ക് ഇതിന്റെ ഡെവലപ്മെന്റ്സിലേക്ക് വളരെ പെട്ടെന്ന് അവസാനിക്കണം. ഇനി വെറും 14 മിനിറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇതാണ് നേരത്തെ സൂചിപ്പിച്ച വിജയകുമാർ സൂചിപ്പിച്ച അസിഫ് ഗഫൂർ എന്ന പാകിസ്ഥാന്റെ ആർമി സ്പോക്ക് പേഴ്സൺ, DGISPR. പാക് ആർമി ഇൻ റെസ്പോൺസ് ടു പാകിസ്ഥാൻ സ്ട്രൈക്കേഴ്സ് എയർക്രാഫ്റ്റ്. നോക്കൂ, 2 പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടു. 1 പൈലറ്റ് വാസ് അറസ്റ്റഡ് ബൈ ദ മിലിറ്ററി ഓഫ് പാകിസ്ഥാൻ എന്നാണ് തുടക്കത്തിൽ അവർ ആദ്യം പറഞ്ഞത്. അതിനുശേഷം പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഒരു പൈലറ്റ് ഇൻ അവർ കസ്റ്റഡി എന്നാണ്. രണ്ടാമത്തെ ഈ MI ഹെലികോപ്റ്റർ വീണതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിയുകയും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിർത്തിയിൽ ടെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. സ്വയം പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ ശേഷി ഇന്ത്യയെ അറിയിക്കുക മാത്രമാണ് ഇതിലൂടെ ചെയ്തത്. അതിനപ്പുറത്തേക്ക് സൈനിക ശേഷി ബോധ്യപ്പെടുത്തുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. നമുക്ക് അടുത്ത ദൃശ്യത്തിലേക്ക് പോകാം. ഇത് IGP കാശ്മീർ പറയുന്നു, ഷോപ്പിയൻ എൻകൗണ്ടറിൽ 2 ഭീകരവാദികളെ ഇന്ത്യ ഇതിനിടയ്ക്ക് വധിച്ചു എന്ന് പറയുന്നു. ഇത് നേരത്തെ വന്നതാണ്. ആസിഫ് ഗഫൂറിന്റെ ഈ റെസ്പോൺസ് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു പക്ഷേ ഷോപ്പിയാനിൽ നടന്ന ഇന്നലെ രാത്രി മുതൽ നടന്ന വെടിവെപ്പിന്റെ ഭാഗമായി ഇന്ന് പ്രത്യേകമായിട്ട് നടത്തിയ തെരച്ചിലിൽ 2 ഭീകരരെ വധിച്ചു ഷോപ്പിയാനിൽ എന്ന് പറയുന്നു. ഷോപ്പിയാൻ എന്ന് പറയുന്ന സ്ഥലത്തിന് പ്രത്യേകത നമുക്കറിയാം. മിലിറ്ററിക്കെതിരെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയും നേരത്തെ മിലിറ്ററിക്കെതിരെ സ്റ്റോൺ പെൽറ്റിംഗ് ഉണ്ടാവുകയും മിലിറ്ററിക്കെതിരെ പല കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. വളരെ സാഹസികമായിട്ടാണ് ഈ 2 പ്രധാനപ്പെട്ട ഭീകരരെയും ഇന്ത്യൻ ആർമി ഇടയ്ക്ക് പിടികൂടുന്നത്. ഇത് വരുന്നത് അതിനുശേഷമാണ് നമ്മുടെ എക്സ്ട്രാ 3:15 കൂടി ഔദ്യോഗികമായ സ്ഥിരീകരണം. ഇതിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് എത്ര ഹെലികോപ്റ്റേഴ്സ്, എത്ര മിഗ് വിമാനങ്ങൾ, എത്ര വൈമാനികർ പാകിസ്ഥാന്റെ കയ്യിൽ എന്ന് തുടങ്ങിയ അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. നമുക്കതൊന്ന് കാണുകയും ചെയ്യാം അല്ലെ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്ക് പേഴ്സൺ രവീഷ് കുമാർ ഒരു എയർഫോഴ്സിന്റെ സെക്രട്ടറി തന്നെ സംസാരിക്കുമെന്നായിരുന്നു, വിജയ് ഖോഖലെ സംസാരിക്കുമെന്നായിരുന്നു അറിയിച്ചത്. പിന്നീട് വക്താവിനെ ആ വാർത്താ സമ്മേളനത്തിലേക്ക് അയക്കുകയായിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നുള്ള ആ ഒരു ദൃശ്യം നമുക്ക് കാണാൻ തോന്നുന്നു അല്ലേ ഗോപി? രവീഷ് കുമാർ. എനിക്ക് തോന്നുന്നു അരുൺ, രവീഷ് കുമാർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം, അതായത് ഈ ഒരു ആക്ഷൻ നടന്നു എന്നത് സ്ഥിരീകരിക്കുന്നു ഒന്ന്. രണ്ടാമത് നമുക്കൊരു പൈലറ്റ് മിസ്സിംഗ് ആണ് എന്ന് പറയുന്നു. ആ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനാണ്. ആ പൈലറ്റ് മിസ്സിംഗ് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാന്റെ കയ്യിലുണ്ട് എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഈ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇന്ത്യയെ വീണ്ടും ഇന്ത്യൻ ഡിപ്ലോമസി അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ എക്സ്പേർട്സ് അല്ലെങ്കിൽ ഫോറിൻ ഒഫീഷ്യൽസ് വളരെ കൃത്യമായി മെച്യൂരിറ്റി കാണിച്ച 2ാമത്തെ പത്രസമ്മേളനം. ഇന്നലെ വളരെ കൃത്യമായി വിജയ് ഗോയലെ പറയുന്നു, ഇന്ന് വളരെ കൃത്യമായി പറയുന്നു. ഒരു തരത്തിലുള്ള ബാക്കി സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ സ്വീകരിച്ചിട്ടല്ല പറയുന്നത്. ഞങ്ങൾക്ക് സ്വയം കൺവിൻസ്ഡ് ആയ ഒരു കാര്യം, വി ലോസ്റ്റ് 1 MiG Bison. വളരെ പ്രൊസിഷനോട് കൂടിയാണ്, വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് അവരുടെ റെസ്പോൺസുകൾ വന്നത്. നമുക്ക് ആ ബൈറ്റ് ഒന്ന് കേൾക്കാം തോന്നുന്നു. രവീഷ് കുമാർ. Pakistan Air Force was detected and the Indian Air Force responded instantly. In that aerial engagement, 1 Pakistan Air Force fighter aircraft was shot down by a MiG-21 Bison of the Indian Air Force. The Pakistani aircraft was seen by ground forces falling from the sky on the Pakistan side. In this engagement, we have unfortunately lost 1 MiG-21. The pilot is missing in action. Pakistan has claimed that he is in their custody. We are ascertaining the facts. ഇന്നും അതുപോലെ ഉത്തരങ്ങൾ എടുത്തില്ല, സ്വാഭാവികമായി ഈ സാഹചര്യങ്ങളെല്ലാം കൃത്യമായി പ്രതികരിക്കുന്നു. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വരുന്നതിന് മുൻപ് അരുൺ ജെയ്റ്റ്ലി അബോട്ടാബാദിലെ ഉസാമ ബിൻ ലാദനെ ക്യാപ്ചർ ചെയ്തതുമായിട്ട് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രസ് ബൈറ്റ് കൂടെ കൊടുത്തിരുന്നു. ആ ബൈറ്റ് കൂടി നമുക്കൊന്ന് കേൾക്കാം. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത്, कि 1 सप्ताह किसी भी देश के लिए बहुत लंबा समय होता है और वीक इज टू लॉन्ग अ टाइम इन पॉलिटिक्स. हमारे देश में तो लगता है कि जिस प्रकार जनता उत्साह से खड़े हो जाती है कि पिछले 24 घंटे देख लें तो शायद उस 1 सप्ताह को हम 1 दिन कह सकते हैं. और जिस प्रकार की चीजें हम लोग देखते हैं, मुझे याद है कि जब
यूनाइटेड स्टेट्स की नेवल सील एबटाबाद से ओसामा बिन लादेन को ले गई, നോക്കൂ അരുൺ ജെയ്റ്റ്ലി, ഗോപി, അരുൺ ജെയ്റ്റ്ലി വളരെ കൃത്യമായി क्या हम नहीं कर सकते? അക്യുമിന് ഉപയോഗിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അബോട്ടാബാദിലെ ഉസാമ ബിൻ ലാദനെ പിടിക്കാൻ അമേരിക്കൻ നേവൽ സീൽ പോയതുപോലെയാണ് മൗലാന അസറിന്റെ സഹോദരൻ യൂസഫ് അസറിനെ പിടിക്കാൻ ഈ അബോട്ടാബാദിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം അകലെയുള്ള ബലാക്കോട്ടിലേക്ക് തങ്ങൾ പോയതെന്നാണ്. ആ ഇക്വേഷൻ, അതായത് അല്ലെങ്കിൽ അങ്ങനെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് അതുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര സന്ദേശം അടങ്ങിയിട്ടുണ്ട്. അതായത് അമേരിക്ക എങ്ങനെയാണോ തീവ്രവാദത്തിനെതിരെ നിലപാടെടുത്തുകൊണ്ട് ഒസാമ ബിൻ ലാദനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു നടപടിയെടുത്തത്, അതിന് സമാനമായ, അതിന് തുല്യമായ ഒരു ഇടപെടലാണ് ഇന്ത്യയും നടത്തിയിട്ടുള്ളത്. അതായത് തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഇനി അരുൺ, ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി വരുന്നത്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ വേദനയെ അഭിനന്ദൻ വർദ്ധമാനുണ്ട്. അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരണം. അതേപോലെ തന്നെ മസൂദ് അസറിനെ വിട്ടുകിട്ടാൻ വേണ്ടി ഇന്ത്യ എടുക്കുന്ന നിലപാട് എത്രത്തോളം ശക്തമായിരിക്കും? പാകിസ്ഥാന് പിടികൂടി മസൂദ് അസറിനെ കൈമാറാൻ ഉള്ള തന്റെ ഇടം കാണിക്കും, അതല്ലെങ്കിൽ അതിന് മേലൊരു സമ്മർദ്ദം ഉണ്ടാക്കാൻ പറ്റും? ദാറ്റ് വിൽ ബി ദ ബിഗ് ക്വസ്റ്റ്യൻ. അതിൽ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ വൈകുന്നേരം ഇമ്രാൻഖാൻ പാകിസ്ഥാനെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ചയ്ക്കും തയ്യാറാണെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. നോക്കൂ, നമുക്ക് ആ ഇമ്രാൻഖാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്ക് കേട്ടിട്ട് അതിലേക്ക് വരാം. आज हमने एक्शन लिया. हमारा पहले से प्लान था कि कोई कोलैटरल डैमेज ना हो, कोई कैजुअल्टीज ना हो. सिर्फ हम ये बताएं हिंदुस्तान को कि हमारे में कैपेबिलिटी है कि अगर आप हमारी मुल्क में आ सकते हैं तो हम भी आपके मुल्क में जाके कार्रवाई कर सकते हैं. सिर्फ इसका ये मकसद था. 2 हिंदुस्तान के मिग्स ने पाकिस्तान की रिटेलिएशन में बॉर्डर क्रॉस किया, उनको शूट डाउन किया गया. और मैं ये भी आज कहना चाहता हूँ कि पायलट्स हमारे साथ हैं. अब मसला ये है कि अब हम इधर से किधर जाते हैं. That's a question. ഇതിന് ശേഷം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്, മോദിയുടെയും എന്റെയും കയ്യിലല്ല കാര്യങ്ങൾ. ചിലപ്പോൾ ഇത് സംടൈംസ് ഇറ്റ് മേ എസ്കലേറ്റ്, നമുക്ക് ഒരുപക്ഷെ അഭികാമ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം. അത് ഒരുപക്ഷെ പാകിസ്ഥാനിലെ അനുഭവം വെച്ചിട്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുക. പാകിസ്ഥാനിൽ പട്ടാളത്തിനാണല്ലോ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക. ഇന്ത്യയിൽ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നു, ഏത് മുന്നണി ഭരിക്കുന്നു എന്നല്ല പ്രശ്നം. ഇവിടെ സുശക്തമായ ജനാധിപത്യ സംവിധാനമുണ്ട്, തീരുമാനമെടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയ നേതൃത്വം. പാകിസ്ഥാനിൽ അങ്ങനെയല്ല. അവിടെ ആർമി പറയും, ISI നടപ്പാക്കും. അമേരിക്ക ഒരു കാലത്ത് അമേരിക്കയുടെ AAA അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു വിജയകുമാർ. ഗോപി, ഇമ്രാൻഖാൻ മനസ്സിലാവാതെ പോയതും ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ കരുത്താണ്. ഡിസിഷൻ മേക്കിംഗ് പവറിൽ ആർമിയെ ഒരുപാട് അകലെ നിർത്തി കൃത്യമായ ജനാധിപത്യ രീതിയിൽ തീരുമാനം. ഇന്ന് സർവകക്ഷി യോഗത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഇന്നലെ സല്യൂട്ട് ചെയ്തു ഇന്ത്യൻ എയർഫോഴ്സിനെ. പുൽവാമ ആക്രമണം നടന്ന് വിത്തിൻ 2 hours മുഴുവൻ പാർട്ടിക്കാരും ഒരുമിച്ച് പിന്തുണയ്ക്കെത്തി. ഇവിടെ തെഹ്രീക്ക് ഇൻസാഫോ അല്ലെങ്കിൽ ഈ പറയുന്ന നവാസ് ഷെരീഫിന്റെ പാർട്ടിയോ എങ്ങനെ പാകിസ്ഥാനെ ദുർബലപ്പെടുത്തുന്നു എന്നതുപോലെയല്ല. ദാറ്റ്സ് എ പോയിന്റ്. അരുൺ, എക്സാക്ട്ലി വാട്ട് യു സെഡ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. അതിലൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായി, അവർ പ്രകോപനം ഉണ്ടാക്കി, അവർ യുദ്ധത്തിന് സന്നദ്ധമായിരിക്കുന്നു, ഇതൊക്കെയാണ്. അതിനൊന്നുമുള്ള ധൈര്യം പാകിസ്ഥാൻ ഇല്ല എന്നാണ് ഇമ്രാൻഖാന്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 2 ദിവസം മുൻപ് ഇമ്രാൻഖാൻ എന്താണ് പറഞ്ഞത്? ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ്. തിരിച്ചടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇമ്രാൻഖാൻ ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞത് സമാധാനത്തിന്റെ വഴിയിലേക്ക് വരാൻ, ചർച്ചയുടെ വഴിയിലേക്ക് വരാൻ, തീവ്രവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു തോൽവി, പരാജയം സമ്മതിക്കുന്നതിന് തുല്യമായ കാര്യമാണ്. കാരണം ഇമ്രാന് മനസ്സിലായി രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദത്തെ ഇനിയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ മുഖംമൂടി അണിഞ്ഞ് ഈ വിഷയത്തിൽ ഇടപെടാൻ വളരെ കുറച്ച് സമയം ഗോപി ഉള്ളൂ. ആ സമയത്ത് ഒരു ലാസ്റ്റ് അനാലിസിസ്. ഇന്ത്യ പാക് സംഘർഷത്തെ നമ്മൾ ഒരു മിലിറ്ററി സ്ട്രാറ്റജിയുടെ ലെവലിലൂടെ നോക്കിക്കണ്ടാൽ ഇപ്പോൾ ഈ സംഘർഷത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? ഇന്ത്യ പാക് സംഘർഷം ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഇതിനൊരു എസ്കലേഷൻ ലാഡർ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതൊരു യുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയവരുണ്ട്. അവർക്കിടയിൽ ഒരുപക്ഷെ ഒരു വ്യക്തത വരുത്താൻ. എക്സാക്ട്ലി. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഒരു എസ്കലേഷൻ ലാഡർ ഉണ്ട്. 2 രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സംഘർഷത്തിന്റെ ശ്രേണികളിലേക്ക് അത് പോയേക്കാം. ഒരു എസ്കലേഷൻ ലാഡർ നോക്കുകയാണെങ്കിൽ നമുക്കിത് തുടക്കം മുതൽ വരാം. എസ്കലേഷൻ ലാഡർ നോക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യം നിൽക്കുന്നത് ഒരു ന്യൂക്ലിയർ വാറാണ്. നമുക്ക് തുടക്കം മുതൽ വരണം. ഇന്ത്യ പാക് സംഘർഷം ഇപ്പോൾ എവിടെ? എസ്കലേഷൻ ലാഡറിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്, അവിടെ ഫ്രീസ് ചെയ്യണം, ന്യൂക്ലിയർ വാറാണ്. ന്യൂക്ലിയർ വാർ ഏറ്റവും ടോപ്പിൽ. ഒരു പിരമിഡ് പോലെ എടുക്കുകയാണെങ്കിൽ അതിന്റെ കൂർത്ത മുനയിൽ നിൽക്കുന്നത് ന്യൂക്ലിയർ വാറാണ്. ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ 2 ന്യൂക്ലിയർ പവേഴ്സ്. അപ്പോൾ ഇതൊരു ന്യൂക്ലിയർ വാറിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും
എത്തുന്ന ഘട്ടം, ഇത് ഒരുപാട് അകലെയുള്ള ഘട്ടം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഘട്ടം. മൂവ് ടു ദ നെക്സ്റ്റ്. ന്യൂക്ലിയർ വാർ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രധാനപ്പെട്ട ഈ എസ്കലേഷൻ ലാഡറിലുള്ള രണ്ടാമത്തെ ഘട്ടം കൺവെൻഷണൽ വാർ ആണ്. കൺവെൻഷണൽ വാർ നമ്മൾ നേരത്തെ പരിചയിച്ചിട്ടുണ്ട്. ആക്ഷൻ, മിലിറ്ററി ആക്ഷൻ, ഫേസ് ടു ഫേസ് ആക്ഷൻ. 1962, 1965, 71 3 തവണ ഇന്ത്യക്ക് ഒരു കൺവെൻഷണൽ വാറിൽ ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ട്. രാജ്യങ്ങൾ മൊത്തത്തിൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന അവസ്ഥ. ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദി എസ്കലേഷൻ ലാഡർ. മൂന്നാമത്തേതിലേക്ക് വന്നാൽ കൺവെൻഷണൽ വാർ കഴിഞ്ഞതിന് ശേഷം ലിമിറ്റഡ് വാർ ആണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാറ്റഗറി. ലിമിറ്റഡ് വാർ നമ്മൾ ഇന്ത്യ ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഗോപി. കാർഗിൽ വാർ ആണ് ഇതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. ഏതെങ്കിലും ഒരു പ്രത്യേക ലൊക്കാലിറ്റിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രം ആക്രമിക്കുമ്പോൾ ആ പ്രദേശത്തെ പൂർണ്ണമായി വളഞ്ഞ് സംരക്ഷിക്കുന്ന ലിമിറ്റഡ് വാർ എന്ന് പറയുന്നത്. ഇന്ത്യ ഇതിൽ കൺവെൻഷണൽ വാറിൽ ചൈനയോട് പരാജയപ്പെട്ടത് ഒഴിച്ചു നിർത്തിയാൽ കൺവെൻഷണൽ വാറിൽ ഇന്ത്യ പാകിസ്ഥാനുമായി വിജയിച്ചിട്ടുണ്ട്. ആൻഡ് പാകിസ്ഥാനെ രണ്ടായി പിളർത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ. ലിമിറ്റഡ് വാറിലും ഇന്ത്യയുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ആൻഡ് നൗ അടുത്തതാണ് ഒരു സബ് കൺവെൻഷണൽ വാർ എന്ന് പറയുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാറ്റഗറി. സബ് കൺവെൻഷണൽ വാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അധികം പരിചയമുണ്ടാവില്ല. ഇപ്പോൾ പാകിസ്ഥാന്റെ മണ്ണിൽ 2016 ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഒരു സബ് കൺവെൻഷണൽ വാറിന്റെ ഉദാഹരണമാണ്. ഇന്നലെ ബലാക്കോട്ടിൽ നടത്തിയ ആക്രമണവും ഒരു സബ് കൺവെൻഷണൽ വാറിന്റെ ഉദാഹരണമാണ്. പ്രിസിഷൻ സ്ട്രൈക്ക് കൃത്യതയാർന്ന സർജിക്കലായി സ്ട്രൈക്ക് ചെയ്ത് തിരിച്ചു പോരുക എന്നതാണ് സബ് കൺവെൻഷണൽ വാറിന്റെ പ്രത്യേകത. പക്ഷേ ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചില പ്രധാനപ്പെട്ട ടാക്ടിക്സ് രാജ്യങ്ങൾ ഉപയോഗിക്കും. ചില സൈക്കോളജിക്കൽ പ്രഷേഴ്സ് കൊടുക്കും, ഡിസ്ഇൻഫർമേഷൻ കൊടുക്കും, വ്യാജ വാർത്തകൾ കൊടുക്കും, ഒരു തരത്തിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ടെന്ന് തോന്നലുണ്ടാക്കും. പാകിസ്ഥാൻ വാസ് എ ടോട്ടൽ ഫെയിലിയർ ഇൻ ദാറ്റ് സബ് കൺവെൻഷണൽ വാർ. അതിനൊരു ഉദാഹരണമാണ് വ്യാജ വാർത്ത കൊടുക്കുന്നു, പരിഭ്രാന്തരാക്കുന്നു, പിന്നീട് പിൻവലിയുന്നൊരു അവസ്ഥയുണ്ടാവുന്ന വിജയകുമാർ. സബ് കൺവെൻഷണൽ വാർ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗറില്ല ഓർ അസിമെട്രിക് വാർ. ഇന്ത്യ പാകിസ്ഥാന് നേരെ സബ് കൺവെൻഷണൽ വാറിൽ ഏർപ്പെടുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഏർപ്പെടുന്നത് അസിമെട്രിക് ആയ ഗറില്ല വാറിലാണ്. ഒരുതരം നിഴൽ യുദ്ധം. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് മിലിറ്ററിയോടാണ്. നമ്മൾക്ക് വേണമെങ്കിൽ മിലിറ്ററിയോട് ഫൈറ്റ് ചെയ്യാം, നമ്മൾ പാകിസ്ഥാനെതിരെ വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം. തീവ്രവാദികളെ മുൻനിർത്തി നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും ഈ പറയുന്ന ഗറില്ല അസിമെട്രിക് വാർ അല്ലെങ്കിൽ നിഴൽ യുദ്ധം, അതാണ് കാലങ്ങളായി പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരുപക്ഷെ ആശങ്കപ്പെടുത്തുന്നത്. ഒരിക്കലും തുലനം ചെയ്യാൻ പറ്റാത്തൊരു യുദ്ധത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനുമായി ഏർപ്പെടുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ പാകിസ്ഥാൻ F-16 വിമാനങ്ങളോടും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇന്ത്യയുടെ മണ്ണിൽ ഭീകരതയുടെ വിഷവിത്ത് പാകി ഒരു അസിമെട്രിക്കൽ വാർഫെയറിന് നിഴലായി പ്രോക്സി വാറിന് വേണ്ടി ജെയ്ഷെ മുഹമ്മദിനെയും ലഷ്കർ തോയ്ബയും മുജാഹിദിനെയും ഒക്കെ ഏർപ്പെടുത്തും പാകിസ്ഥാൻ. ഇന്ത്യക്ക് മിലിറ്ററിയുമായൊരു ഹെഡ് ഓൺ കൊളീഷന് പാകിസ്ഥാന് താല്പര്യമില്ല. ഇന്ത്യക്ക് മിലിറ്ററിയുമായൊരു അല്ലെങ്കിൽ പാകിസ്ഥാൻ മിലിറ്ററിയുമായി ഏറ്റുമുട്ടുന്നതിന് ഇന്ത്യയുടെ കേപ്പബിലിറ്റി, ഇന്ത്യക്ക് കോൺഫിഡൻസ് ഉണ്ട്. പാകിസ്ഥാൻ ലാക്സ് ദ കോൺഫിഡൻസ്. നമ്മൾ ആദ്യം യുദ്ധത്തിന് ഇറങ്ങുകയുമില്ല, എന്നാൽ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പ്രതിരോധിക്കേണ്ടതായി വരും. പ്രീഎംപ്റ്റീവ്. ദാറ്റ്സ് എ പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് നമ്മൾ ചർച്ച അവസാനിക്കുന്നു ഗോപി. ഇതാണ് എസ്കലേഷൻ ലാഡറിൽ ഇന്ത്യയുടെ പൊസിഷനിങ്. ടു മേക്ക് ഇറ്റ് ക്ലിയർ, ഇന്ത്യ ഒരു സബ് കൺവെൻഷണൽ വാറിലാണ് ഇപ്പോൾ. പാകിസ്ഥാൻ അതിന് പോലും ശേഷിയില്ലാതെ ഒരു നിഴൽ യുദ്ധത്തിൽ, അസിമെട്രിക് ആയ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഫ്രസ്ട്രേറ്റഡ്. അരുൺ, നമ്മൾ വെൻ വി കൺക്ലൂഡ് ഒരൊറ്റ കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. അതായത് ഒരു യുദ്ധത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെന്നെത്തുന്നത് എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടതില്ല ഇപ്പോഴത്തെ ഘട്ടത്തിൽ. കാരണം ഇന്ത്യ എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പാക്കി കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ ആവശ്യം എന്ന് പറഞ്ഞത് മസൂദ് അസർ, അതായത് 40 ജവാന്മാരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയുള്ള ആക്രമണം ആസൂത്രണം ചെയ്ത മസൂദ് അസറിനെ നമുക്ക് കൈമാറണം എന്നുള്ളതാണ്. ആ പ്രധാനപ്പെട്ട പോയിന്റിൽ നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കുമോ? അതിനോടൊപ്പം തന്നെയാണ് അഭിനന്ദൻ വർദ്ധമാൻ എന്ന രാജ്യത്തിൻ്റെ അഭിമാനമായ, ഇപ്പോൾ നമ്മുടെ വേദനയായി നിൽക്കുന്ന പാകിസ്ഥാൻ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന വൈമാനികനെ തിരിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഈ രണ്ട് കാര്യങ്ങളിലും ലോകരാഷ്ട്രങ്ങളെ എത്രമാത്രം നമുക്കൊപ്പം നിർത്താൻ കഴിയും എന്നതായിരിക്കും ഇനിയുള്ള ചോദ്യം. അഭിനന്ദൻ വർദ്ധമാൻ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടെയുണ്ട്. ഈ രാജ്യത്ത് അതിർത്തിക്കപ്പുറം പാകിസ്ഥാന്റെ മണ്ണിൽ നിങ്ങൾ തീരാവേദനയുമായി നിൽക്കുകയാണ്. നിങ്ങളുടെ കുടുംബം ഇന്നുറങ്ങില്ലെന്നറിയാം. 40 കുടുംബങ്ങളും ഇന്നുറങ്ങുന്നുണ്ടാവില്ല, നേരത്തെ ഉണ്ടായിരുന്ന ചരിത്രം പോലെ തന്നെ. പക്ഷേ ഇന്ത്യ കരുത്താർജിച്ച് തിരികെ നിങ്ങളെ കൊണ്ടുവരും ഇന്ത്യൻ മണ്ണിൽ. അതിന്റെ സൂചനയാണ് ഏറ്റവും ഒടുവിൽ നൽകിയത് അഭിനന്ദൻ വർദ്ധമാൻ. 24-ന്റെ ഗ്രേറ്റ് സല്യൂട്ട്. ഈ ചർച്ച അവസാനിക്കുന്നു. ഇനി എൻകൗണ്ടറുമായി ശ്രീകണ്ഠൻ നായർ ചേരും. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.